ഒരുപാട് പുസ്തക എല്ലാവരെയും കർത്താവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുക. നമുക്ക് ഒരുമിച്ച് ഇന്നത്തെ പകൽക്കാലവും ദൈവവചനത്തിൻ്റെ മുമ്പാകെ ആയിരിക്കാം. സഹോദരങ്ങളെ, ഈ തിരുവചനമൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ, പ്രത്യേകിച്ച് വെളിപ്പാട് പുസ്തകത്തിൻ്റെ ഈ അവസാന ഭാഗത്തിലേക്ക് വരുമ്പോൾ, നമ്മുടെ ഹൃദയത്തിൽ ഒരു വലിയ പ്രത്യാശ അല്ലെങ്കിൽ ഒരു വലിയ ആകാംക്ഷ എപ്പോഴും നമ്മുടെ ഹൃദയത്തിലുണ്ട്. നമ്മുടെ കർത്താവിൻ്റെ വരവിനെ കുറിച്ച് മനസ്സിലാക്കേണ്ടത്, ഈ വചനം പഠിക്കുമ്പോൾ കർത്താവിൻ്റെ വരവിന് വേണ്ടിയുള്ള ആഗ്രഹം അല്ലെങ്കിൽ അതിനുവേണ്ടിയുള്ള പ്രത്യാശ നമ്മളിൽ വർദ്ധിക്കണം. അതിനപ്പുറമായി നമ്മുടെ കർത്താവിൻ്റെ വരവിൽ നാം ഒരുങ്ങിയിട്ടുണ്ടോ? കർത്താവിനെ എതിരേൽക്കുവാൻ തക്കവണ്ണം ദൈവവചനപ്രകാരം, കർത്താവ് തന്നിരിക്കുന്ന പ്രമാണപ്രകാരം, കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന മുന്നറിയിപ്പുകളെ അറിഞ്ഞ് നാം നമ്മെ തന്നെ ഒരുക്കുകയും മറ്റുള്ളവരെ ഒരുക്കുവാൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ടോ എന്ന് നാം ഒന്ന് ശോധന ചെയ്യേണ്ടിയിരിക്കുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് വെളിപ്പാട് പുസ്തകം 17-ാം അധ്യായത്തിൽ നിന്നാണ്. ബാബിലോണിനെ കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച കേട്ടത്. ബാബിലോണിൻ്റെ ചരിത്രത്തെക്കുറിച്ച് മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിഞ്ഞ ക്ലാസ്സിൽ നമുക്ക് കഴിഞ്ഞു. സഹോദരങ്ങളെ, നിങ്ങൾ ആരെങ്കിലും ഈ ബാബിലോണിനെ കുറിച്ച് കഴിഞ്ഞ ആഴ്ച പറഞ്ഞ ക്ലാസ് കേട്ടില്ല എങ്കിൽ അത് കേൾക്കണം. കാരണം അതിൻ്റെ മറ്റൊരു വശമാണ് ഈ 18-ാം അധ്യായത്തിൽ ഇന്ന് നമ്മൾ പഠിക്കുവാനായിട്ട് പോകുന്നത്. ബാബിലോണിനെ കുറിച്ച് പറയുമ്പോൾ, അല്ലെങ്കിൽ ഈ 17, 18 അധ്യായങ്ങൾ വെളിപ്പാട് പുസ്തകത്തിൽ നിന്ന് പഠിക്കുമ്പോൾ അതിന് വിവിധ വ്യാഖ്യാനങ്ങളുണ്ട്. ലിറ്ററലായിട്ട്, അക്ഷരികമായിട്ട് ഇതിനെ വ്യാഖ്യാനിക്കുന്നവരുണ്ട്. കാരണം കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ തകർക്കപ്പെട്ടു പോയിരിക്കുന്ന, നമുക്കത് അറിയാം, ഏൻഷ്യൻ ബാബിലോൺ, പൗരാണികമായ ബാബിലോണിനെ കുറിച്ച് പറയുമ്പോൾ ഏറ്റവും അവസാനത്തെ ചക്രവർത്തി എന്ന് പറയുന്നത് നെബൂഖദ്നേസർ ആയിരുന്നു. ദാനിയേലിന്റെ പുസ്തകം 4-ാം അധ്യായത്തിൽ നമ്മളത് കാണുന്നുണ്ട്. ആ ബാബിലോൺ തകർക്കപ്പെട്ടതിന് ശേഷം ഇതുവരെ പിന്നീടത് പുനഃപണിയപ്പെട്ടിട്ടില്ല. ഇന്നത്തെ കാലഘട്ടത്തിലേക്ക് നോക്കുമ്പോൾ, അല്ലെങ്കിൽ ഇന്നത്തെ ജോഗ്രാഫി അനുസരിച്ച് നോക്കുമ്പോൾ, ഇറാഖിലെ ബാഗ്ദാദിന് 55 മൈലുകൾക്ക് തെക്കായിട്ടാണ് അന്നത്തെ ബാബിലോൺ സ്ഥിതി ചെയ്തിരുന്നത്. അപ്പോൾ ഒരു വ്യാഖ്യാനം പറയുന്നത് ഇങ്ങനെയാണ്: അന്ന് തകർക്കപ്പെട്ടിരുന്ന ആ ബാബിലോൺ സകല പ്രൗഢിയോടും കൂടെ ഈ മഹോപദ്രവ കാലഘട്ടമാകുമ്പോഴേക്ക് പുനഃപ്രതിഷ്ഠിക്കപ്പെടും. അന്ന് ബാബിലോണിന് നഷ്ടപ്പെട്ടു പോയ ആ പ്രതാപം, ആ പ്രശസ്തി, അല്ലെങ്കിൽ ലോകത്തിലുള്ള അതിൻ്റെ സ്വാധീനം വീണ്ടും അതിന് ലഭിക്കും. അങ്ങനെ ആ ബാബിലോണിനെ കുറിച്ചാണ് ഇവിടെ വെളിപ്പാട് പുസ്തകം 17, 18 അധ്യായങ്ങൾ പരാമർശിച്ചിരിക്കുന്നതെന്നാണ് അവർ വ്യാഖ്യാനിക്കുന്നത്. കാരണം ആ ബാബിലോൺ അതിൻ്റെ സകല പ്രൗഢിയോടും കൂടെ ഈ ലോകത്തെ സ്വാധീനിക്കും. ലോകത്തിലെ രാഷ്ട്രീയം മാത്രമല്ല, ലോകത്തിലെ സാമ്പത്തികം മാത്രമല്ല, ലോകത്തിൻ്റെ എല്ലാ തുറകളിലേക്കും ആ സാമ്രാജ്യത്തിൻ്റെ, അല്ലെങ്കിൽ ആ ബാബിലോണിൻ്റെ ഇൻഫ്ലുവൻസ്, സ്വാധീനം ഉണ്ടാകുമെന്നാണ് അവർ വ്യാഖ്യാനിക്കുന്നത്. രണ്ടാമതൊരു വ്യാഖ്യാനം ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞല്ലോ, റോമിനെ കേന്ദ്രീകരിച്ചാണ് അങ്ങനെ ഒരു വ്യാഖ്യാനം വരുന്നത്. ഇവിടെ ഈ ബാബിലോൺ എന്ന് പരാമർശിച്ചിരിക്കുന്നത് റോമിനെ കുറിച്ചാണ് എന്ന് സമർത്ഥിക്കുന്നവരുണ്ട്, എന്ന് വ്യാഖ്യാനിക്കുന്നവരുണ്ട്. കാരണം ഈ പറഞ്ഞിരിക്കുന്നത് പോലെ സത്യസഭ, ദൈവത്തിൻ്റെ സഭ കർത്താവിൻ്റെ അടുക്കിലേക്ക് എടുക്കപ്പെട്ടതിന് ശേഷം ദൈവത്തിൻ്റെ സഭ ഈ ഭൂമിയിലില്ല. പക്ഷെ ഈ ഭൂമിയിൽ അന്നും ഒരു സഭ പോലെ ഒന്നുണ്ടാകും. കാരണം സ്വയം ക്രിസ്ത്യാനികളെന്ന് വിശേഷിപ്പിക്കുന്ന ഒരു ജനം, എന്നാൽ ദൈവത്തിൻ്റെ വചനത്തിനോ പ്രമാണങ്ങൾക്കോ കീഴ്പ്പെടാതെ, അങ്ങനെ അവർ കീഴ്പ്പെട്ടിരുന്നെങ്കിൽ, ദൈവസന്നിധിയിൽ അവർ കാത്തിരുന്നെങ്കിൽ, ദൈവസഭയോടുകൂടി അവർ എടുക്കപ്പെടുമായിരുന്നു. എന്നാൽ കൈവിടപ്പെട്ടു പോകുന്ന ഒരു ജനമുണ്ട്. അപ്പോൾ അവരെല്ലാവരും കൂടെ ചേർന്ന് ഒരു എക്യുമെനിക്കലായിട്ട് ഒരു വൺ വേൾഡ് റിലീജിയൻ പോലൊരു റിലീജിയനായി തീരും. അതിൻ്റെ കേന്ദ്രം റോം ആയിരിക്കും എന്നാണ് അവർ വ്യാഖ്യാനിക്കുന്നത്. അപ്പോൾ വ്യാഖ്യാനം ലിറ്ററലായിട്ട്, അക്ഷരികമായിട്ട് അങ്ങനെയാണെങ്കിൽ തന്നെയും ഇതിൻ്റെയൊക്കെ ഈ മധ്യത്തിലുള്ള സ്പിരിച്വൽ ഇന്റർപ്രിട്ടേഷൻ, ആത്മീകമായ അർത്ഥത്തിലേക്കാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച നോക്കിയത്. അത് തന്നെയാണ് മുന്നോട്ട് വീണ്ടും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് പഴയ ബാബിലോൺ മടങ്ങി വന്നാലും ശരി, അതല്ല റോം കേന്ദ്രീകൃതമായിരിക്കുന്ന ഒരു സാമ്രാജ്യ ശക്തി, അല്ലെങ്കിൽ ഒരു എക്യുമെനിക്കൽ റിലീജിയസ് സിസ്റ്റം ഉടലെടുത്താലും ശരി, ഇത് രണ്ടിലും വ്യാപരിക്കുന്ന ആത്മീകമായ സമ്പ്രദായം അല്ലെങ്കിൽ സിസ്റ്റം ഒന്നു തന്നെയാണ് എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. എന്താണ് ആ സിസ്റ്റം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദൈവത്തിനെതിരെ നിൽക്കുന്ന ഒരു സിസ്റ്റം, അല്ലെങ്കിൽ ദൈവമുണ്ട് എന്ന് പറയുകയും ദൈവത്തിന് ആശ്രയിക്കുന്നു എന്ന് പറയുകയും ദൈവത്തിൻ്റെ പ്രമാണങ്ങൾക്ക് കീഴ്പ്പെടാതിരിക്കുകയും ചെയ്യുന്ന ഒരു സമ്പ്രദായം.
അവരുടെ ജീവിതം കൊണ്ട് ദൈവത്തിനെതിരെയാണ് അവർ നിൽക്കുന്നത്. ഇത് തുടങ്ങിയത് എവിടെയാണെന്ന് നമ്മൾ കഴിഞ്ഞ ആഴ്ച കേട്ടു. ഉൽപ്പത്തി പുസ്തകം 11-ാം അധ്യായത്തിലാണ് ബാബേൽ, ദ ടവർ ഓഫ് ബാബേൽ. അതിന്റെ പിന്നിലുണ്ടായിരുന്ന ഈ ആത്മാവ്, ദ സ്പിരിറ്റ് ബിഹൈൻഡ് ബാബേൽ ഓഫ് ടവർ, Babel Tower of Babel Tower, we know that. What was that spirit? That spirit was a rebellious spirit, a spirit which was against the will of God, standing against the will of God. ദൈവത്തിന്റെ ഹിതത്തിനെതിരെ നിൽക്കുന്ന, ദൈവത്തോട് മറുതലിക്കുന്ന, ദൈവത്തോട് മത്സരിക്കുന്ന ഒരാത്മാവിനെയാണ് നമ്മൾ അവിടെ ഉൽപ്പത്തി പുസ്തകം 11-ാം അധ്യായത്തിൽ ബാബേൽ ടവറിൽ, ബാബേലിൽ പണിയുന്ന ഗോപുരത്തെ കുറിച്ച് പഠിച്ചപ്പോൾ നിമ്രാദിനെ കുറിച്ചൊക്കെ നമ്മൾ പഠിക്കുവാൻ കോണം ഇടയായി. ആരെങ്കിലും ആ ക്ലാസ് മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിലേക്ക് ആ ക്ലാസ് ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടെ കാര്യങ്ങൾ നിങ്ങൾക്ക് അതുമായിട്ട് അതിൽ നിന്ന് ഗ്രഹിക്കുവാനായിട്ട് കഴിയും. സോ അന്ന് മുതൽ ഇങ്ങോട്ട് ഉൽപ്പത്തി പുസ്തകത്തിൽ നാം കാണുന്ന, ഉൽപ്പത്തി പുസ്തകം 11-ാം അധ്യായത്തിൽ കാണുന്ന അതേ സ്പിരിറ്റാണ്, ആ റിലീജിയസ് സ്പിരിറ്റാണ്. ദൈവത്തിന്റെ മക്കളാണെന്ന് സ്വയം പറയുന്നു, ദൈവമുണ്ടെന്നും അവർ സമ്മതിക്കുന്നുണ്ട്. പക്ഷേ ദൈവഹിതത്തിന് കീഴ്പ്പെടുവാനോ, ദൈവത്തിന്റെ വഴികളിൽ നടക്കുവാനോ, ദൈവം പറഞ്ഞിരിക്കുന്ന പ്രമാണങ്ങളെ മുറുകെ പിടിച്ച് അനുസരിക്കുവാനോ കഴിയാതെ വണ്ണം തങ്ങൾക്ക് തന്നെ തങ്ങളൊരു റിലീജിയൻ ഉണ്ടാക്കിക്കൊണ്ട് ഇരിക്കുന്ന റിലീജിയസ് പീപ്പിൾ. ആ റിലീജിയസ് സിസ്റ്റം എന്ന് പറയുന്നത് അന്നു മുതൽ ഇന്നുവരെയും ഓരോ കാലഘട്ടത്തിലും അത് വളർന്നുകൊണ്ടേയിരിക്കുന്നു. നമുക്ക് ചുറ്റുപാട് നോക്കുമ്പോൾ അറിയാം അല്ലേ? ദൈവമക്കളെന്ന് സ്വയം പറയുന്ന എത്രയോ പേരുണ്ട്, ക്രിസ്ത്യാനികളെന്ന് സ്വയം പറയുന്ന എത്രയോ പേരുണ്ട്, ദൈവത്തെ ഭയപ്പെടുന്നു എന്ന് പറയുന്ന എത്രയോ പേരുണ്ട്. അവരൊക്കെയും ദൈവവചനപ്രകാരമാണോ ജീവിക്കുന്നത്? അവർ ദൈവത്തെ ഭയപ്പെടുന്നുണ്ടോ? ദൈവവചനത്തെ അവർ മാനിക്കുന്നുണ്ടോ? ദൈവവചനത്തിന്റെ പ്രമാണങ്ങളെ അവരനുസരിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ ദൈവവചനം പഠിക്കുവാൻ തക്കവണ്ണം അവർ ശ്രമിക്കുന്നുണ്ടോ? ഇല്ലല്ലോ. പക്ഷെ അവർ സ്വയം വാദിക്കുന്നു അവർ ദൈവമക്കളാണെന്ന്, അവർ സ്വയം വാദിക്കുന്നു അവർ വിശ്വാസികളാണെന്ന്, അവർ സ്വയം പറയുന്നു അവർ ക്രിസ്ത്യാനികളാണെന്ന്. നമുക്കറിയാമല്ലോ, ആ സ്പിരിറ്റ് കണ്ടില്ലേ? ആ സ്പിരിറ്റ് ഉണ്ട്. There is a spirit there, but in their life they are opposing the will of God, they are opposing the instructions of God, they are opposing the way of God. That is exactly what we are talking about. അപ്പൊ കഴിഞ്ഞ ആഴ്ച നമ്മൾ കേട്ടത് അതിനെങ്ങനെയാണ് അന്ത്യം വന്നതെന്ന്. How was it finished? How was it destroyed? The spiritual Babylon destruction, that is what we discussed in last class, how it was destroyed. നമ്മൾ അതിനെക്കുറിച്ച് മനസ്സിലാക്കിയിരുന്നു. 17-ാം അധ്യായത്തിന്റെ ഞാൻ ഒരു ചെറുതായിട്ടൊന്ന് അതിനെ ഒന്ന് പറഞ്ഞ് 18-ാം അധ്യായത്തിലേക്ക് വരുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. 17-ാം അധ്യായത്തിൽ നമ്മൾ കണ്ടു, ഒരു സ്ത്രീയെ ധൂമ്രവസ്ത്രം, ധൂമ്രവർണ്ണവും കടും ചുവപ്പ് നിറവും ഉള്ള വസ്ത്രം ധരിച്ച് പൊന്നും രത്നവും മുത്തുമൊക്കെ അണിഞ്ഞവളായി മൃഗത്തിന്റെ മേൽ ഇരിക്കുന്നതായിട്ട് നമ്മൾ കണ്ടു. അത് നമ്മൾ പറഞ്ഞ ആ സ്ത്രീ എന്ന് പറയുന്നത് ബാബിലോൺ, ഇത് സ്പിരിച്വൽ ബാബിലോൺ. അതാണ് മനസ്സിലാക്കിയത്. അത് മൃഗമെന്ന് പറയുന്നത് അന്തിക്രിസ്തു. അന്തിക്രിസ്തുവിനോട് ചേർന്ന് എക്യുമെനിക്കലായിട്ട് അന്നത്തെ, ദിസ് ഈസ് ഓൾ ടോക്കിംഗ് അബൌട്ട് ദ ട്രിബുലേഷൻ പീരീഡ്, ആ മഹോപദ്രവ കാലഘട്ടത്തിൽ ഈ റിലീജിയസ് സിസ്റ്റം അന്തിക്രിസ്തുവിനോടുകൂടെ ചേർന്ന് നിൽക്കുമെന്നുള്ളത്. അപ്പോൾ ഒരു വൺ വേൾഡ് റിലീജിയൻ ഉണ്ടാകാൻ പോകുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ സത്യസഭ, യഥാർത്ഥ കർത്താവിന്റെ സഭ, കർത്താവിന്റെ മണവാട്ടിയാകുന്ന സഭ കർത്താവിന്റെ അടുക്കിലേക്ക് എടുക്കപ്പെട്ടതിന് ശേഷം ഈ മഹോപദ്രവ കാലഘട്ടത്തിൽ നടക്കുന്ന സംഭവമാണിത്. അപ്പോൾ ഇങ്ങനെ ഈ സ്ത്രീ അല്ലെങ്കിൽ ഈ ബാബിലോൺ അല്ലെങ്കിൽ ഈ പറയുന്ന എക്യൂമെനിക്കൽ റിലീജിയസ് സിസ്റ്റം, ഈ ആത്മീയ സംഘടന പോലെയുള്ളത് ലോകം മുഴുവനും സ്വാധീനിക്കുന്ന വൺ റിലീജിയൻ ആയിരിക്കുന്നത് അന്തിക്രിസ്തുവിനോട് കൂടെ ചേർന്ന് നിൽക്കും. എന്നാൽ ഈ 17-ാം അധ്യായത്തിന്റെ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ അന്തിക്രിസ്തു അല്ലെങ്കിൽ എതിർ ക്രിസ്തു, ആന്റിക്രൈസ്റ്റ് എന്ത് ചെയ്യും എന്ന് ചോദിച്ചാൽ, ഞാൻ സ്വയം ദൈവമാണെന്ന് പറഞ്ഞുകൊണ്ട് ഈ പറഞ്ഞിരിക്കുന്ന റിലീജിയസ് സിസ്റ്റത്തെ ഇല്ലാതാക്കും. ഈ റിലീജിയസ് സിസ്റ്റത്തെ ഇല്ലാതാക്കും. അപ്പോൾ ദൈവമെന്ന് പറഞ്ഞ് ഒരു പേര് പോലും എടുക്കുവാൻ പറ്റത്തില്ല. പിന്നെ ഈ പറയുന്ന പള്ളികളും ഈ പറയുന്ന ഈ പരിപാടികളും എല്ലാം, അല്ലെങ്കിൽ ഈ അമ്പലങ്ങളോ അങ്ങനെ ഇങ്ങനെയൊക്കെയുള്ളതുണ്ടല്ലോ, ഈ ലോകത്ത് പല രീതിയിൽ ദൈവത്തെ ആരാധിക്കുന്നു. നമ്മുടെ ദൈവമെന്നും പിതാവെന്നും ഒക്കെ വിളിക്കുമ്പോൾ ലോകത്തുള്ള മറ്റു മനുഷ്യർ ഈശ്വരൻ എന്ന് വിളിക്കുന്നുണ്ട്, പരമേശ്വരൻ എന്ന് വിളിക്കുന്നുണ്ട്, പല പല പേരുകൾ വിളിക്കുന്നുണ്ട്, മറ്റു പല മതക്കാരും പല രീതിയിൽ വിളിക്കുന്നുണ്ട്. പക്ഷെ അതൊക്കെ ഇല്ലാതാകും. എന്ന് പറഞ്ഞാൽ അന്തിക്രിസ്തു അല്ലെങ്കിൽ എതിർ ക്രിസ്തു അല്ലെങ്കിൽ ആന്റിക്രൈസ്റ്റ് will bring it all to an end and will declare himself to be the God, to be the Lord over the world. ഈ ലോകത്തിന്റെ മുമ്പിൽ താൻ മാത്രമാണ് ദൈവം. And he has to be worshipped. അവനെ ആരാധിക്കണമെന്ന് പറഞ്ഞ് അവൻ ആരാധനാമൂർത്തിയായി സ്വയം
സ്വയം തന്നെ ഉയർത്തുമ്പോൾ മറ്റെല്ലാ റിലീജിയനും ആ വൺ വേൾഡ് റിലീജിയൻ ഇല്ലാതാകുന്നതായിട്ട് കാണുവാനായിട്ട് പറ്റും. അങ്ങനെയാണ് ബാബിലോണിന്റെ സ്പിരിച്വൽ ബാബിലോൺ ഡിസ്ട്രോയിഡ് ആകുന്നത്. അതാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച കേൾക്കുവാൻ കോണമിടയായത്. സഹോദരങ്ങളെ, നിങ്ങൾ വീണ്ടും പോയി ആ ക്ലാസ് ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടെ അതിനെക്കുറിച്ച് മനസ്സിലാക്കുമെന്ന് കരുതുന്നു. ഇപ്പോൾ നമ്മൾ കാണുവാനായിട്ട് പോകുന്നത് ബാബിലോണിന്റെ മെറ്റീരിയൽ സൈഡ്, അല്ലെങ്കിൽ മെറ്റീരിയലിസം ഓഫ്, അല്ലെങ്കിൽ കൊമേഴ്സ്യൽ സൈഡ് ഓഫ് ബാബിലോൺ. So spiritual Babylon was destroyed in last chapter, and now we are going to discuss, we are going to think about the commercial Babylon. വാണിജ്യം അല്ലെങ്കിൽ കച്ചവടം ഉള്ള ലോകത്തിൻ്റെതായിട്ടുള്ള ആ ഭാഗത്തെ കുറിച്ചാണ് നമ്മൾ പോകുന്നത്. നമ്മളെപ്പോഴും ചെറുപ്പം മുതൽ കേട്ടുകൊണ്ടിരിക്കുന്നതാണ് ലോകാവസാനം, എൻഡ് ഓഫ് ദ വേൾഡ്. ലോകാവസാനം എന്നാ സംഭവിക്കുന്നത്? പലപ്പോഴും പലതും നടക്കുമ്പോൾ നമ്മൾ ചോദിക്കും, ലോകാവസാനം വന്നോ എന്ന് നമ്മൾ ചോദിക്കും. എന്നാൽ ഈ 18-ാം അധ്യായത്തിലാണ് ലോകാവസാനത്തെ നമ്മൾ കാണുവാനായിട്ട് പോകുന്നത്. ജസ്റ്റ് ബിഫോർ ദ സെക്കൻഡ് കമ്മിങ് ഓഫ് ദ ലോർഡ് ദ വേൾഡ് ഈസ് ഗോയിങ് ടു ബി എൻഡ്. വേൾഡ് എന്ന് പറയുമ്പോൾ എന്താന്ന് സഹോദരങ്ങളെ ചിന്തിക്കണം. വേൾഡ് എന്ന് പറഞ്ഞാൽ ഈ കാണുന്നത് മുഴുവൻ സിസ്റ്റവും വേൾഡ് അല്ലേ. ഇത് നോക്കിക്കേ, ബാങ്കിങ് നോക്ക്, പൊളിറ്റിക്സ് നോക്കിക്കേ, റിലീജിയൻ നോക്കിക്കേ. ആ റിലീജിയൻ സൈഡ് കഴിഞ്ഞ ക്ലാസ്സിൽ ഇല്ലാതായി. ബാക്കിയെല്ലാം നിങ്ങളൊന്ന് നോക്കിക്കേ. ഇവിടെ ബാങ്കിങ് സിസ്റ്റം ഉണ്ട്, മണി സിസ്റ്റം ഉണ്ട്, അതുപോലെ തന്നെ എന്റർടൈൻമെന്റ്സ് ഉണ്ട്, എഡ്യൂക്കേഷൻ ഉണ്ട്, ഹെൽത്ത് സൈഡ് ഉണ്ട്, അങ്ങനെ ട്രാൻസ്പോർട്ടേഷൻസ് ഉണ്ട്. സോ മെനി സിസ്റ്റംസ് ആർ ദെയർ ഇൻ ദിസ് വേൾഡ് അല്ലേ. അപ്പൊ വേൾഡിന്റെ എൻഡ് എന്ന് പറയുമ്പോൾ ഈ സിസ്റ്റം എല്ലാം കൊളാപ്സ്ഡ് ആകുന്നതാണ് വേൾഡിന്റെ എൻഡ് എന്ന് പറയുന്നത്. എല്ലാം സ്റ്റോപ്പായി തീരും. അതാ ഒന്ന് നോക്കിയേ, ഈ കോവിഡിന്റെ സമയത്തൊന്ന് ശ്രദ്ധിച്ച് നോക്കിയേ, അതിന്റെ ചെറിയൊരു ഗ്ലിംസ് നമുക്ക് അനുഭവിക്കാനായിട്ട് കഴിഞ്ഞല്ലോ. ഈ കോവിഡിന്റെ സമയത്ത് ആകെപ്പാടെ വർക്ക് ചെയ്ത 1-2 സിസ്റ്റം എന്ന് പറയുന്നത് ഹെൽത്ത് കെയർ സിസ്റ്റം, അത് വർക്ക് ചെയ്തു. അതുപോലെ തന്നെ പിന്നെ എന്റർടൈൻമെന്റ് സിസ്റ്റം അത് വർക്ക് ചെയ്തു. ഈ ട്രാൻസ്പോർട്ടേഷനെ കുറിച്ച് നോക്കിയേ, ബാങ്കിങ്ങിനെ കുറിച്ച് നോക്കിയേ, അതൊക്കെ ഉണ്ടെങ്കിലും ഒരു പാർഷ്യലായിട്ട് മാത്രമേ അതൊക്കെ വർക്ക് ചെയ്തുള്ളൂ അല്ലേ. ബാക്കി എല്ലാം പെട്ടെന്ന് സ്റ്റോപ്പ് ആകുന്നത് നമ്മൾ കണ്ടു. എന്നാൽ അതുപോലെ ആയിരിക്കത്തില്ല നമ്മൾ ഈ 18-ാം അധ്യായത്തിൽ കാണുവാൻ വരുന്ന, ചാപ്റ്റർ 18-ൽ കാണുവാൻ വരുന്ന എൻഡ് എന്ന് പറയുന്നത്. അങ്ങനെയല്ല, മൊത്തം ടോട്ടലി ഫിസിക്കലി ഡിസ്ട്രോയിഡ് ആകും. അതാണ് നമ്മൾ കേൾക്കുവാനായിട്ട് പോകുന്നത്. അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥനയോടെ ഈ വചനഭാഗത്തിരിക്കാം. ഇതൊക്കെ കേൾക്കുമ്പോൾ സഹോദരങ്ങളെ, നമ്മുടെ അറിവ് വർദ്ധിക്കുക മാത്രമല്ല, ദിസ് ഈസ് ഗോയിങ് ടു ബി ദ റിയാലിറ്റി. നമ്മളിവിടെ ഉണ്ടാവത്തില്ല. കർത്താവിന്റെ സന്നിധിയിൽ വിശ്വസ്തയോടെ നമ്മൾ ജീവിക്കുന്നുവെങ്കിൽ, പ്രമാണപ്രകാരം നിലനിൽക്കുന്നുവെങ്കിൽ, ഇതൊക്കെ സംഭവിക്കുന്നതിന് മുമ്പ് കർത്താവിന്റെ സഭ എടുക്കപ്പെടുമ്പോൾ ദൈവസഭയോടുകൂടെ നമ്മളും സ്വർഗത്തിൽ എടുക്കപ്പെടും. നമ്മൾ ഇതൊക്കെ സംഭവിക്കുമ്പോൾ നമ്മൾ സ്വർഗത്തിലായിരിക്കും. അത് വിശ്വാസത്തിൽ നമ്മൾ കാണുക ഇന്ന്. അതിനായിട്ട് നമ്മൾ ഒരുങ്ങുക. അതല്ല എങ്കിൽ ഈ അനുഭവങ്ങളിലൂടെ കടന്നു പോകേണ്ടതായിട്ട് വരും. അത് കടന്നു പോകുവാൻ തക്കവണ്ണം നമുക്ക് ആർക്കും ഇടയാകാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് 18-ാമത്തെ അധ്യായത്തിലേക്ക് നമുക്ക് കടക്കാം. വെളിപ്പാട് പുസ്തകം, ബുക്ക് ഓഫ് റെവലേഷൻ, ചാപ്റ്റർ 18 വേഴ്സസ് 1 ഓൺവേർഡ്സ്. 18-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള വാക്യങ്ങൾ. ഈ 18-ാം അധ്യായത്തെ 4 പാർട്ടുകളായിട്ട് നമുക്ക് തിരിക്കാൻ പറ്റും. There are 4 parts in this chapter. ഈ ചാപ്റ്ററിൽ 4 പാർട്ടുകളായിട്ട് നമുക്ക് തിരിക്കുവാനായിട്ട് പറ്റും. 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് an announcement of ബാബിലോൺസ് ഫോൾ, മെറ്റീരിയൽ ബാബിലോൺസ് ഫോൾ, അല്ലെങ്കിൽ കൊമേഴ്സ്യൽ സിസ്റ്റത്തിന്റെ ഡിസ്ട്രക്ഷനെ കുറിച്ച് പറയുന്ന അനൗൺസ്മെന്റ് ആണ്. സ്വർഗം അനൗൺസ് ചെയ്യുകയാണ്, ദിസ് ഈസ് വാട്ട് ഐ ആം ഗോയിങ് ടു ഡു ഇൻ ദിസ് വേൾഡ്. ഈ വേൾഡിനെ എൻഡ് ചെയ്യുവാൻ പോകുന്നു എന്നുള്ളതിന്റെ അനൗൺസ്മെന്റ് ആണ് 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് കാണുവാനായിട്ടുള്ളത്. അവിടെ നിന്ന് 4-ാമത്തെ വാക്യം മുതൽ 8-ാമത്തെ വാക്യം വരെ നോക്കുമ്പോൾ, ഫ്രം വേഴ്സസ് 4 to 8, അവിടെ എന്താണെന്ന് വെച്ചാൽ അപ്പീൽ to the people of God to come out of this worldly system. ഈ ലോകത്തിന്റെ സമ്പ്രദായത്തിൽ നിന്ന്, ഈ ബാബിലോണിയൻ സിസ്റ്റത്തിൽ നിന്ന് നിങ്ങൾ പുറത്തു വാ എന്ന് ദൈവജനത്തോട് സ്വർഗം കൊടുക്കുന്ന അപ്പീലാണ്, സ്വർഗം ബോധിപ്പിക്കുന്നതാണ് ഈ പറഞ്ഞിരിക്കുന്ന 4 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. 9 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ, ഫ്രം വേഴ്സ് 9 to 19 ഈസ് ദി ആഗണി ഓൺ എർത്ത്.
the afflictions which are going to happen, or the world is going to be collapsed. അത് ലോകം മുഴുവനും നശിക്കുന്നതിനെ കുറിച്ചാണ്. വൺ ആഫ്റ്റർ അനദർ ഓരോന്നോരോന്ന് ക്രംബിൾ ഡൗൺ ചെയ്യുന്നതിനെ കുറിച്ചാണ് 9 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ എഴുതിയിരിക്കുന്നത്. 20-ാമത്തെ വാക്യം എന്ന് പറയുന്നത് സ്വർഗത്തിൽ ഒറ്റ വാക്യമാണ് അവിടെ എഴുതിയിരിക്കുന്നത്. സ്വർഗത്തിൽ നടക്കുന്നത്, ഈ സമയത്ത് സ്വർഗത്തിൽ എന്താണ് നടക്കുന്നതെന്നാണ് 20-ാമത്തെ വാക്യം എഴുതിയിരിക്കുന്നത്. എന്നിട്ട് ഫൈനൽ പാർട്ട് വേഴ്സ് 21 to 24, 21 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ എൻഡ് ഓഫ് എവ്രിതിങ്. ദൈവത്തിന്റെ വചനം പറഞ്ഞു എല്ലാം ഇല്ലാതായി എന്ന്. അപ്പോൾ നമുക്ക് ദൈവവചനത്തിലേക്ക് വാക്യം പ്രതി വാക്യമായിട്ടൊന്ന് പോയി പഠിക്കുവാനായിട്ട് നമുക്ക് ശ്രമിക്കാം. 1-ാമത്തെ വാക്യത്തിൽ ഞാൻ തുടങ്ങുകയാണ്. അനന്തരം ഞാൻ വലിയ അധികാരമുള്ള മറ്റൊരു ദൂതൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങുന്നത് കണ്ടു. അവന്റെ തേജസ്സിനാൽ ഭൂമി പ്രകാശിച്ചു. ഇതാ നമ്മൾ കാണുകയാ, ഈ അനന്തരം എന്ന് പറഞ്ഞാൽ ആഫ്റ്റർ ദീസ് തിങ്സ്. ആദ്യം നമ്മൾ 17-ാം അധ്യായത്തിൽ കേട്ടതുപോലെ സ്പിരിച്വൽ ബാബിലോൺ ഡിസ്ട്രോയിഡ് ആയി. ഇവിടെ ആരാണ് ഇപ്പോൾ ദൈവമായിട്ടിരിക്കുന്നത്? ദൈവമായിട്ടിരിക്കുന്നത് അന്തിക്രിസ്തുവാണ്. സ്പിരിച്വൽ സിസ്റ്റം തീർന്നു. ഇനി സ്വർഗത്തിലൊരു ദൈവമുണ്ടെന്ന് പറയാൻ സമ്മതിക്കത്തില്ല. ദാറ്റ് ഇസ് എ പോയിന്റ്. ഏത് മതക്കാരായിക്കൊള്ളട്ടെ, എന്തുമായിക്കൊള്ളട്ടെ, എക്യുമെനിക്കലായിട്ട് നിന്നായിക്കൊള്ളട്ടെ, സ്വർഗത്തിലൊരു ദൈവമുണ്ടെന്നല്ല പറയുന്നത്. ആ ദൈവം ഭൂമിയിൽ ഉണ്ടെന്ന് പറഞ്ഞ് അന്തിക്രിസ്തു സ്വയം ദൈവമായി തീർന്നിരിക്കുക. അങ്ങനാണ് അവന് യെരൂശലേമിൽ പുനഃപ്രതിഷ്ഠിക്കപ്പെടുന്ന ഇസ്രായേലിന്റെ ആലയത്തിലേക്ക് കടന്നു ചെന്നിട്ട് അവിടെയും ഇരിക്കുക അവൻ ദൈവമാണെന്ന് പറഞ്ഞുകൊണ്ട്. അതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ കേട്ടു. അപ്പോൾ ആഫ്റ്റർ ദീസ് തിങ്, ഇതെല്ലാം സംഭവിച്ചതിന് ശേഷം എന്താ സംഭവിക്കുന്നത്? സ്വർഗത്തിൽ നിന്ന് വലിയ അധികാരമുള്ള ഒരു ദൂതൻ ഇറങ്ങി വരുന്നതായിട്ട് കണ്ടു. അടുത്തൊരു ദർശനം ആരംഭിക്കുക, അടുത്തൊരു സംഭവം തുടങ്ങുക. ഇവിടെ പറയുന്നു വലിയ അധികാരമുള്ള ഒരു ദൂതൻ. ഇതൊക്കെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ഡിഫറെന്റ് റാങ്കിലുള്ള, സ്പിരിച്വൽ റാങ്കിലുള്ള ഏഞ്ചൽസ് ദൈവത്തിനുണ്ട്. വലിയ വലിയ അധികാരമുള്ളവരുണ്ട്. ഇവിടെ പറയുന്നു ഭൂമി മുഴുവനും പ്രകാശിച്ചു. ആ ദൂതന്റെ പ്രഭ കൊണ്ട്, തേജസ് കൊണ്ട് ഭൂമി മുഴുവൻ പ്രകാശിച്ചു. ചിലര് വ്യാഖ്യാനിക്കുന്നത് അത് യേശു കർത്താവിനെ കുറിച്ചാണ് പറയുന്നത്, യേശു ക്രിസ്തു വരുന്നതിനെ കുറിച്ചാണ് പറയുന്നതെന്ന് വ്യാഖ്യാനിക്കുന്ന ഒരു സ്കൂൾ ഓഫ് തോട്ട് ഉണ്ട്. പക്ഷേ യേശു കർത്താവ് അല്ല അവിടെ വരുന്നത്. യേശു കർത്താവ് 19-ാം അധ്യായത്തിലാണ് കർത്താവിന്റെ 2-ാമത്തെ വരവ് നമ്മൾ കാണുന്നത്. അത് മാത്രമല്ല, ഇവിടെ യോഹന്നാൻ എഴുതിയിരിക്കുന്നത് അനദർ ഏഞ്ചൽ എന്ന, മറ്റൊരു ദൂതൻ എന്ന. അപ്പൊ നമ്മുടെ കർത്താവായിരുന്നുവെങ്കിൽ സ്പെസിഫിക് ആയിട്ട് അവിടെ എഴുതിയമായിരുന്നു നമ്മുടെ കർത്താവ് വരുന്നതെന്ന്. അപ്പോൾ അതുകൊണ്ട് ഇതൊരു ദൂതൻ വരികയാണ്. കാരണം അടുത്ത ഫേസിലേക്ക്, അടുത്ത സ്റ്റെപ്പിലേക്ക്, ദൈവത്തിന്റെ അടുത്ത പദ്ധതിയെ കാണിക്കുന്നതിന് വേണ്ടി ഒരു ദൂതൻ ഇറങ്ങി വരുന്നതായിട്ട് നമ്മൾ കണ്ടു. അവൻ ഉറക്കെ വിളിച്ചു പറയുകയാണ്. ആര്? ഈ ഇറങ്ങി വന്ന ദൂതൻ ഉറക്കെ വിളിച്ചു പറയുകയാണ്. എന്താ പറയുന്നത്? there is an announcement there, as I said. He is announcing, വീണുപോയി, മഹതിയാം ബാബിലോൺ വീണുപോയി, ദുർഭൂതങ്ങളുടെ പാർപ്പിടവും സകല അശുദ്ധാത്മാക്കളുടെയും തടവ്, അശുദ്ധിയും അറപ്പുമുള്ള സകല പക്ഷികളുടെയും തടവുമായി തീർന്നു. എന്തുകൊണ്ടാണ് ഈ ന്യായവിധി ബാബിലോണിന്റെ മേൽ വരുന്നത്? ഇപ്പൊ ബാബിലോൺ എന്ന് പറഞ്ഞ ഇറ്റ്സ് an inhabitation of demons and devils, and it is an inhabitation of all ugly birds. ഈ ബേർഡ്സിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ നമുക്കറിയാം, മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായത്തിലും മർക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായത്തിലും കർത്താവ് ഒരു ഉപമ പറയുന്നുണ്ട്, വിതയ്ക്കുവാൻ പോകുന്നവന്റെ ഉപമ, എ സോവർ ഓഫ് സീഡ്സ്. അപ്പൊ നമുക്ക് അതിനകത്ത് കർത്താവ് പറഞ്ഞിട്ടുണ്ട്, വിതച്ചിരിക്കുന്ന വിത്ത് പറവകൾ വന്ന് തിന്നുകളഞ്ഞു എന്ന് അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ബേർഡ്സ് കെയിം ആൻഡ് എയ്റ്റ് ദം. അപ്പൊ ആ ബേർഡ്സിനെ കുറിച്ച് അവിടെ പറയുന്നത് പിശാചിനെ കുറിച്ചും അവന്റെ ഡീമൺസിനെ കുറിച്ചും അവിടെ പറയുന്നത്. അതേ അർത്ഥമാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഹല്ലേലൂയ. ഈ ലോകത്തിൽ ഈ ബാബിലോണിയൻ സിസ്റ്റം എന്ന് പറയുന്നത് ഭൂതങ്ങളുടെ കയ്യിലാണ്, പിശാചിന്റെ കയ്യിലാണ്. കർത്താവിന്റെ വചനത്തിൽ നമ്മൾ വായിക്കുന്നു, സകല ലോകവും ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്നു. ഈ സകല ലോകവും ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്നു. അത് മാത്രമല്ല, 2 കൊരിന്ത്യർ 4-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, പിശാചിനെ വിളിക്കുന്നത് ഈസ് ദ പ്രിൻസ് ഓഫ് ദ വേൾഡ്. അപ്പോൾ ഈ ലോകത്തിലൊന്ന് നോക്കിക്കുക സഹോദരങ്ങളെ, ചുറ്റുപാടും ഒന്ന് നോക്കിയാൽ ഡിമോണിക്കാണെല്ലാം, അല്ലേ? ദുഷ്ടതയാണ്, വഞ്ചനയാണ്, മോഹങ്ങള്, പാപത്താൽ പെരുകിയിരിക്കുക. മനുഷ്യനോട് സ്നേഹമില്ല, അപ്പനും മക്കളോട് സ്നേഹമില്ല, മക്കൾക്ക് അപ്പനും അമ്മയോടും സ്നേഹമില്ല, ഭാര്യ ഭർത്താവിനോട് അവിശ്വസ്തത കാണിക്കുന്നു, ചീറ്റിങ്, ഡിസീവിങ്. This all demonic ആണ്. This is all not original. ഇതൊന്നും റിയലായിട്ടൊരു മനുഷ്യനിൽ വരുന്നതല്ല. മനുഷ്യനെ ഡീമൺസ് ബാധിച്ചിട്ട് ആ ഡീമൺസിന്റെ നേച്ചറാണ്, ഡീമൺസിന്റെ ഭൂതങ്ങളുടെ സ്വഭാവമാണ് മനുഷ്യരിലൂടെ വെളിപ്പെട്ടു വരുന്നത്. ഇവിടെ മുഴുവനും ഡിമോണിക്കാണ്. അപ്പൊ ഇവിടെ പറയുകയാണ്, ഈ ബാബിലോൺ സിസ്റ്റത്തിനെ നശിപ്പിക്കുവാനുള്ള കാരണങ്ങളെ കുറിച്ചാണ് നമ്മളോട് ചിന്തിക്കുന്നത്. എന്തുകൊണ്ടാണെന്നറിയാമോ? ഈ ബാബിലോൺ എന്ന് പറയുന്ന ഈ ലോകം എന്ന് പറയുന്നത് ദുർഭൂതങ്ങളുടെ ഒന്നുകൂടെ വായിക്കുകയാണ് ഞാനിത്.
വീണുപോയി. മഹതിയാം ബാബിലോൺ വീണുപോയി. ദുർഭൂതങ്ങളുടെ പാർപ്പിടവും സകല അശുദ്ധാത്മാക്കളുടെയും തടവും അശുദ്ധിയും അറപ്പുമുള്ള സകല പക്ഷികളുടെയും തടവുമായി തീർന്നു. ആ ബാബിലോണാണ് വീണുപോയതെന്ന് ദൂതൻ അനൗൺസ് ചെയ്യുകയാണ്. ദിസ് ഇസ് ഗോയിങ് ടു ഹാപ്പൻ. അതായത് വീണുപോയി, ഇറ്റ്സ് ഹാപ്പനിങ് നൗ എന്നാണ് അവിടെ വന്ന് പറയുന്നത്. മൂന്നാമത്തെ വാക്യം നോക്കി. അവളുടെ വേശ്യാവൃത്തിയുടെ ക്രോധമധ്യം സകല ജാതികളും കുടിച്ചു. ഭൂമിയിലെ രാജാക്കന്മാർ അവളോട് വേശ്യാസംഗം ചെയ്യുകയും ഭൂമിയിലെ വ്യാപാരികൾ അവരുടെ പുളപ്പിന്റെ ആധിക്യത്താൽ സമ്പന്നരാകുകയും ചെയ്തു. ഈ ലോകത്തിലേക്കൊന്ന് നോക്കിയ സഹോദരങ്ങളെ, ഈ ലോകത്തിലെ ആ ബാബിലോണിയൻ സിസ്റ്റം, ദൈവത്തിനെതിരെ നിൽക്കുന്ന സിസ്റ്റം, ദൈവത്തെ മാറ്റി നിർത്തുന്ന സിസ്റ്റം, ആ സിസ്റ്റം കൊണ്ട് ആരൊക്കെയാണ് പ്രബലരായി തീർന്നത്, ആരൊക്കെയാണ് സമ്പന്നരായി തീർന്നത്? അവളുടെ വേശ്യാവൃത്തിയുടെ ക്രോധമദ്യം എന്ന് പറഞ്ഞാൽ, വേശ്യാവൃത്തി എന്ന് ഞാൻ ഫോർണിക്കേഷനെ കുറിച്ചാണ് പറയുന്നത്. വേശ്യാവൃത്തി സ്പിരിച്വൽ അഡൾട്ടറി അല്ലെങ്കിൽ സ്പിരിച്വൽ ഫോർണിക്കേഷനെ കുറിച്ചാണ് പറയുന്നത്. ദൈവത്തോട് എതിരെ നിന്നുകൊണ്ട് സ്വയം അവളുടെ പുകഴ്ച അല്ലെങ്കിൽ അവളുടെ ആ നന്മ കൊണ്ട്, അവളുടെ സമ്പന്നത കൊണ്ട്, ഇവിടെ എഴുതിയിരിക്കുന്നു ഭൂമിയിലെ രാജാക്കന്മാരൊക്കെ സമ്പന്നരായി തീർന്നു. ഒന്ന് ഓർത്ത് നോക്കിയേ, ഈ ഭൂമിയിലേക്കൊന്ന് നോക്കിയേ സഹോദരങ്ങളെ. ഈ ലോകത്തിലെ രാജാക്കന്മാർ അല്ലെങ്കിൽ ഭരണാധികാരികൾ, ലീഡേഴ്സ്, റൂളേഴ്സ്, അവരൊക്കെ സമ്പന്നതയിൽ ജീവിക്കുക അല്ലെ, ആർഭാടത്തോടെ ജീവിക്കുകയാണ്. ഈ ലോകത്തിന്റെ സമ്പ്രദായം അവരെ അങ്ങനെ ആക്കിയിരിക്കുകയാണ്. ഓരോ ദിവസം കഴിയുന്തോറും അവരുടെ പണം പെരുകി, സമ്പന്നത പെരുകി പെരുകി കൂടിക്കൂടി വരികയാണ്. അവരുടെ അധികാരം കൂടിക്കൂടി വരികയാണ്. അവരെ സ്വാർത്ഥ താല്പര്യത്തിനു വേണ്ടി അവർ ജീവിക്കുകയാണ്. ഈ ലോകം അവരെ ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് അവിടെ കാണിക്കുന്നത്. അവളുടെ വേശ്യാവൃത്തിയുടെ ക്രോധമധ്യം സകല ജാതികളും കുടിച്ചു. ഈ ലോകത്തിലുള്ള സകല മനുഷ്യരും എൻജോയ് ചെയ്യുക. ലോകത്തിൽ പണക്കാരനായിക്കൊള്ളട്ടെ, ദരിദ്രനായിക്കൊള്ളട്ടെ, എല്ലാവരും അവരവരാൽ കഴിയുന്ന രീതിയിൽ അവർക്ക് ലഭിച്ചിരിക്കുന്ന കഴിവിന്റെ അളവനുസരിച്ച് ഈ ലോകത്തെ ആസ്വദിച്ചു കുടിക്കുക, ഈ ലോകത്തെ എൻജോയ് ചെയ്യുക, ഈ ലോകത്തിലെ എന്റർടൈൻമെന്റ്സ് എൻജോയ് ചെയ്യുക, ലോകത്തിൽ മോഹങ്ങൾ വർദ്ധിപ്പിച്ചു കൊണ്ടിരിക്കുക. അപ്പൊ അതാണ് പറയുന്നത്, അവളുമായിട്ട് വേശ്യാവൃത്തി ചെയ്ത് ഇല്ലിസിറ്റ് റിലേഷൻഷിപ്പിലേക്ക് വന്നിട്ട് അവളെ എൻജോയ് ചെയ്തു എന്നാണ് അവിടെ പറയുന്നത്. ഭൂമിയിലെ രാജാക്കന്മാർ അവളോട് വേശ്യാസംഗം ചെയ്യുകയും ഭൂമിയിലെ വ്യാപാരികൾ അവളുടെ പുളപ്പിന്റെ ആധിക്യത്താൽ സമ്പന്നരാകുകയും ചെയ്തു. ആ വാക്യങ്ങൾക്കൊക്കെ ഒത്തിരി അർത്ഥമുണ്ട്. ഭൂമിയിലെ വ്യാപാരികൾ, ബിസിനസ്സുകാരെ നിങ്ങളൊന്ന് നോക്കിയേ. ദേ ആർ മേക്കിംഗ് മില്യൺസ് ആൻഡ് ബില്യൺസ് ഫ്രം ദിസ് വേൾഡ്, through the adultery, not through the right way, through the wrong way, because they don't have any God. അവർ ദൈവത്തിൽ വിശ്വസിക്കുന്നില്ല, ദൈവത്തെ മാറ്റി നിർത്തിയിരിക്കുകയാണ്. അവരുടെ ദൈവം എന്ന് പറയുന്നത് പണമാണ് അല്ലെ. ഒന്ന് ഓർത്ത് നോക്കിയേ, നമ്മുടെ കൂടെ ഒക്കെ ജോലി ചെയ്യുന്നവരുടെ ജീവിതത്തിലേക്ക് ഒന്ന് നോക്കിയേ. അവർക്ക് എന്താ ഉള്ളത്? അവര് ജോലി ചെയ്യുന്നു, പണം സമ്പാദിക്കുന്നു, അവരുടെ ഇഷ്ടത്തിന് ആ പണം ചെലവിടുന്നു, അവർ എൻജോയ് ചെയ്യുന്നു എല്ലാ വഴികളിലും. അവർക്ക് ദൈവമില്ല. അവരുടെ സ്വന്തം ഇഷ്ടത്തിനകത്ത് ഇങ്ങനെ ജീവിച്ചു പോവുക. ദൈവത്തെക്കുറിച്ച് കേൾക്കുവാൻ അവർക്ക് ആഗ്രഹമില്ല. അവർ പറയുന്നതാണ് അവർക്ക് ശരി, അവരുടെ വഴികളാണ് അവർക്ക് ശരി. ഇങ്ങനെ ഒരു സിസ്റ്റം ഇവിടെ നോക്കിക്കേ. രാജാക്കന്മാർ മുതൽ സാധാരണ ജനങ്ങൾ വരെ ഈ ബാബിലോണിന്റെ സമ്പ്രദായത്തിനകത്ത്, സിസ്റ്റത്തിനകത്ത് അവരായിട്ട്, ഈ സിസ്റ്റം മൂലം അവർ സ്വാർത്ഥരായി, പ്രബലരായി, അവർ സ്വയം എൻജോയ് ചെയ്ത് ജീവിക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. അങ്ങനെയുള്ള ഈ ബാബിലോണിനെയാണ് ദൈവം നശിപ്പിക്കുന്നത്. ഈ ലോകത്തെ ദൈവം നശിപ്പിക്കുക. ദൈവമെന്ന് നോക്കുമ്പോൾ എന്താ, ദൈവത്തിന് ഭൂമിയെ നോക്കാൻ കഴിയുന്നില്ല. അത്രമാത്രം പാപമംഗലമായിരിക്കുന്ന ഭൂമിയാണിത്. ചരിത്രത്തിൽ ദൈവവചനത്തിൽ ഉടനീളം പരിശോധിച്ച് നോക്കി, എവിടെയൊക്കെ അധർമ്മം പെരുകുന്നുണ്ടോ അവിടെയൊക്കെയും ദൈവത്തിന്റെ ന്യായവിധി വരുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. സഹോദരങ്ങളെ, നമ്മൾ പലപ്പോഴും ചോദിച്ചേക്കാം, എന്തുകൊണ്ടാണ് ദൈവത്തിന്റെ ന്യായവിധി വൈകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബിക്കോസ് ഓഫ് ഹിസ് പീപ്പിൾ ഇൻ ദിസ് വേൾഡ്. ഈ ലോകത്തിൽ ഒരു ജനം കർത്താവിന്റെ സ്ഥലത്ത് നിലവിളിച്ചു കൊണ്ടിരിക്കുന്നു, ഈ ലോകത്തെ നശിപ്പിക്കരുതേ എന്ന് പറഞ്ഞ്, ഇല്ലേ? നമ്മളും ഈ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കത്തില്ലേ, കർത്താവേ ഈ ദേശത്തോട് കരുണ ചെയ്യണമേ. അങ്ങനെ ദൈവമക്കളായിരിക്കുന്നിടത്തൊക്കെയും അവർ ദേശത്തിന് വേണ്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുകയാണ്. ദൈവമേ, ഈ ദേശത്തോട് കരുണ തോന്നണമേ, ചില വ്യക്തികളെ മാനസാന്തരത്തിലേക്ക് നയിക്കണമേ, അവിടുന്ന് അവസരം നൽകണമേ, ലോകത്തെ നശിപ്പിക്കരുതേ കർത്താവേ, അങ്ങയുടെ ക്രോധം ഈ ഭൂമിയുടെ മേൽ വരരുതേ കർത്താവേ. ദൈവജനം അല്ലെങ്കിൽ ദൈവത്തിന്റെ സഭ ഈ ഭൂമിയിൽ നിന്ന് നിലവിളിച്ചു ദൈവത്തിന് ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുന്നത് കൊണ്ടാണ് ദൈവം വീണ്ടും വീണ്ടും താമസിപ്പിക്കുന്നത്. നമുക്കറിയാം, പത്രോസിന്റെ ലേഖനത്തിലേക്ക് വരുമ്പോൾ, 3-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ പറയുന്നത്, ചിലർ താമസമെന്ന് പറയുന്നത് പോലെ ദൈവം, കർത്താവ് തന്റെ വരവ് താമസിപ്പിക്കുന്നില്ല. ചിലർക്കൂടെ മാനസാന്തരപ്പെടണമെന്ന് വെച്ച് ഈ ലോകത്തോട്, ഈ ഭൂമിയോട്, ചില മനുഷ്യരോട് ദൈവം ദീർഘക്ഷമ കാണിക്കുകയാണ്. നമ്മളത് മനസ്സിലാക്കണം. ഹല്ലേലൂയ. അപ്പോൾ ഇവിടെ നമ്മൾ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ അനൗൺസ്മെന്റ് ഓഫ്
ഗോഡ്സ് ജഡ്ജ്മെന്റ്. അവിടെ നമ്മൾ കാണുന്നു അനൗൺസ്മെന്റ് ഓഫ് ബാബിലോൺസ് ഫോൾ, എന്നിട്ട് അവിടെ കാരണങ്ങളും പറയുകയാണ്. ദൈവത്തിനെതിരെ നിൽക്കുന്ന ഒരു ജനത്തെക്കുറിച്ചാണ് അവിടെ പറയുന്നത്. എന്നിട്ട് 4 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ ഞാൻ പറഞ്ഞല്ലോ, അപ്പീൽ ടു ഗോഡ്സ് പീപ്പിൾ ടു കം ഔട്ട് ഓഫ് ദിസ് സിസ്റ്റം. അതായത് ഈ സമ്പ്രദായത്തിൽ നിങ്ങൾ ആരും പെട്ടുപോകരുതേ എന്ന് ദൈവജനത്തോടുള്ള അനൗൺസ്മെന്റ് ആണ്. ഈ ദൂതൻ അനൗൺസ് ചെയ്യുകയാണ് ദൈവത്തിന്റെ ജനത്തോട്. അപ്പൊ നമ്മൾ ഒരുപക്ഷെ ചോദിക്കുമായിരിക്കും, ഇത് മഹോപദ്രവ കാലഘട്ടത്തിൽ ആണോ ഈ അനൗൺസ്മെന്റ് നടക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കോണ്ടെക്സ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ഇത് മഹോപദ്രവ കാലഘട്ടത്തിന്റെ മധ്യത്തിൽ നടക്കുന്നതാണ്. പക്ഷെ ഇൻ ഇഫക്റ്റ്, ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഉൽപ്പത്തി പുസ്തകം 11-ാം അധ്യായത്തിൽ ബാബിലോൺ സമ്പ്രദായം ആരംഭിച്ചു. ഈ കാലഘട്ടത്തിലൂടെ ഈ ബാബിലോൺ സമ്പ്രദായം നടന്നുകൊണ്ടിരിക്കുന്നു. അന്നു മുതൽ ഈ വിശുദ്ധ വേദപുസ്തകത്തിന്റെ ഓരോ പേജുകളിലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നത്, കം ഔട്ട് ഓഫ് ദിസ് സിസ്റ്റം. മൈ പീപ്പിൾ ഡോണ്ട് ഗെറ്റ് എൻടാങ്കിൾഡ് ഇൻ ടു ദിസ് വേൾഡ്ലി സിസ്റ്റം. ഈ ലോകത്തിൻ്റെക്ക് നിങ്ങൾ അടുത്തു പോകരുത്. നിങ്ങളൊന്ന് സഹോദരങ്ങളെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. അത് തന്നെയല്ലേ 1 യോഹന്നാൻ 2-ാം അധ്യായത്തിന്റെ 15, 16, 17 വാക്യങ്ങളിൽ പറയുന്നത്, ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത്. ഒരുവൻ ലോകത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ അവനിൽ ദൈവസ്നേഹമില്ല. ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം, ഇതൊക്കെയും പിതാവിൽ നിന്നല്ല ലോകത്തിൽ നിന്ന് ഇത്രയാകുന്നു. ലോകവും അതിന്റെ മോഹവും ഒഴിഞ്ഞു പോകും, ദൈവ ഇഷ്ടം ചെയ്യുന്നവനോ ഇത് നിലനിൽക്കും. ദൈവത്തിന്റെ സഭയോട് പറയുന്ന ദൂതുകളാണ്. ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത്. ഈ ടേംസിൽ പറയുകയാണെങ്കിൽ ബാബിലോണെയും ബാബിലോണിന്റെ സമ്പ്രദായത്തെയും നീ സ്നേഹിക്കരുത്. അതിനകത്ത് നീ പോയി വീടരുത്. ദൈവത്തിന്റെ സഭയ്ക്കുള്ളിലേക്ക് ഈ നാളുകളിൽ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയ ദൈവമക്കളെ, ദൈവത്തിന്റെ സഭയ്ക്കുള്ളിലേക്ക് ലോകം കടന്നു വരികയല്ലേ, ലോകത്തിന്റെ എന്റർടൈൻമെന്റ്സ് കടന്നു വരികയല്ലേ, ലോകത്തിന്റെ രീതികൾ കടന്നു വരികയല്ലേ, ലോകത്തിന്റെ ഭാഷകൾ കടന്നു വരികയല്ലേ, ലോകത്തിന്റെ വഴികൾ കടന്നു വരികയല്ലേ. ഈ ലോകത്ത് പലരും ചെയ്യുന്ന പല സമ്പ്രദായങ്ങളും അല്ലേ ഈ ദൈവത്തിന്റെ സഭയ്ക്കകത്തേക്ക് കടന്നു വരുന്നത്. ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ഇവിടെ ശക്തമായി ദൈവത്തിന്റെ ദൂതൻ മുന്നറിയിപ്പ് കൊടുക്കുകയാണ്, ദൈവത്തിന്റെ ജനത്തോട് മുന്നറിയിപ്പ് കൊടുക്കുകയാണ്, ഇതിൽ നിന്ന് അകന്നു നിൽക്കുവിൻ. ഞാൻ ആ വാക്യം ഒന്ന് വായിക്കട്ടെ. 4 മുതലുള്ള വാക്യങ്ങൾ, 4 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. വേറൊരു ശബ്ദം സ്വർഗത്തിൽ നിന്ന് പറയുന്നതായി ഞാൻ കേട്ടത്, എന്റെ ജനമായുള്ളവരെ, അവളുടെ പാപങ്ങളിൽ കൂട്ടാളികളാകാതെയും അവളുടെ ബാധകളിൽ ഓഹരിക്കാരാകാതെയും ഇരിക്കുവാൻ അവളെ വിട്ടുപോരുവിൻ. ഏതിനെ? ബാബിലോണിനെ വിട്ടുപോരുവിൻ. ഈ ലോകത്തെ വിട്ടുപോരുവിൻ. ലോകത്തിന്റെ സമ്പ്രദായങ്ങളെ വിട്ടുപോരുവിൻ. അവളുടെ പാപം ആകാശത്തോളം കുന്നിച്ചിരിക്കുന്നു, അവളുടെ അകൃത്യം ദൈവം ഓർത്തിട്ടുമുണ്ട്. അവൾ നിങ്ങൾക്ക് ചെയ്തതുപോലെ നിങ്ങൾ അവൾക്ക് പകരം ചെയ്യുവിൻ. അവളുടെ പ്രവൃത്തികൾക്ക് തക്കവണ്ണം അവൾക്ക് ഇരട്ടിച്ചു കൊടുക്കുവിൻ. അവൾ കലക്കി തന്ന പാനപാത്രത്തിൽ അവൾക്ക് ഇരട്ടി കലക്കി കൊടുക്കുവിൻ. അവൾ തന്നെത്താൻ മഹത്വപ്പെടുത്തി പുളിച്ചിടത്തോളം അവൾക്ക് പീഡയും ദുഃഖവും കൊടുക്കുവിൻ. രാജ്ഞിയായിട്ട് ഞാൻ ഇരിക്കുന്നു, ഞാൻ വിധവയല്ല, ദുഃഖം കാണുകയുമില്ല എന്നവൾ ഹൃദയം കൊണ്ട് പറയുന്നു. അത് നിമിത്തം മരണം, ദുഃഖം, ക്ഷാമം എന്നിങ്ങനെ അവളുടെ ബാധകൾ ഒരു ദിവസത്തിൽ തന്നെ വരും. അവളെ തീയിലിട്ട് ചുട്ടുകളയുകയും അവളെ ന്യായം വിധിച്ച ചുട്ടുകളയും. അവളെ ന്യായം വിധിച്ച ദൈവമായ കർത്താവ് ശക്തനല്ലോ. അപ്പൊ ഇവിടെ നോക്കിക്കേ, ദൈവത്തിന്റെ ജനത്തോട് പറയുകയാണ്, എന്റെ ജനമായുള്ളവരെ, അവളുടെ പാപങ്ങളിൽ കൂട്ടാളികളാകാതെയും അവളുടെ ബാധകളിൽ ഓഹരിക്കാരാകാതെയും ഇരിക്കുവാൻ അവളെ വിട്ടുപോരുവിൻ. ദൈവത്തിന്റെ ജനത്തോട് പറയുകയാണ്. അന്ന് ഈ കോണ്ടെക്സ്റ്റ് മഹോപദ്രവ കാലഘട്ടത്തിന്റെ കോണ്ടെക്സ്റ്റ് ആണെങ്കിൽ തന്നെ അന്ന് ദൈവജനം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടാകും, തീർച്ചയായിട്ടും ഉണ്ടാകും. കാരണം എന്നാന്ന് ചോദിച്ചാൽ, കർത്താവിന്റെ സഭ എടുക്കപ്പെട്ടതിന് ശേഷവും കുറച്ച് ജനം ഈ ഭൂമിയിൽ ഉണ്ടല്ലോ, സുവിശേഷം കേട്ടവർ തന്നെ. ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയുന്നില്ല, കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ കേട്ടിട്ടുണ്ട്. അവർ വീണ്ടും മാനസാന്തരപ്പെടും. ഇത് സംഭവിച്ചു കഴിയുമ്പോൾ അവരിൽ ചിലർ മാനസാന്തരപ്പെടും. അത് മാത്രമല്ല, ഇസ്രായേലിൽ വലിയൊരു മാനസാന്തരം നടക്കും. ഈ അന്തിക്രിസ്തു ദൈവത്തിന്റെ ആലയത്തിൽ കയറിയിരുന്നുകൊണ്ട് ഞാൻ ദൈവമാണെന്നൊക്കെ പറയുമ്പോൾ അവർക്ക് മനസ്സിലാകും അവരുടെ മശിഹയായിരുന്നു തങ്ങൾ ക്രൂശിച്ചു കൊന്ന യേശു എന്ന് അവർക്ക് മനസ്സിലായിട്ട് അവരുടെ ഹൃദയം ദൈവസന്നിധിയിലേക്ക്, ക്രിസ്തുവിലേക്ക് സമർപ്പിക്കും. നമുക്കറിയാം 144,000 പേരെ കുറിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പഠിച്ചു. 2 സാക്ഷികൾ യെരൂശലേമിൽ വന്നു നിന്ന് സുവിശേഷം പറയുന്നതിനെ കുറിച്ച് കേട്ടു. അങ്ങനെ ഇസ്രായേലിന്റെ മധ്യത്തിൽ വലിയൊരു മാറ്റമുണ്ടാകും, മാനസാന്തരം ഉണ്ടാകും, അവർ ദൈവജനമായി തീരും. അതുപോലെ തന്നെ ലോകജാതികളുടെ മധ്യത്തിൽ നിന്ന് ഇന്ന് ഈ സോ കോൾഡ് നെയിം സേക്കിന് ക്രിസ്ത്യാനികൾ എന്നൊക്കെ പറയുന്നവര് കർത്താവിന്റെ വരവിങ്കൽ കൈവിടപ്പെട്ടു പോകുമ്പോൾ അവരിൽ ചിലരൊക്കെ മാനസാന്തരത്തിലേക്ക് വരും. വലിയ വില കൊടുത്ത് ഈ പീഡനത്തിന്റെ നടുവിൽ, മഹോപദ്രവത്തിന്റെ നടുവിൽ കർത്താവിന് വേണ്ടി നിൽക്കും. അവരോടും കൂടെയാ കർത്താവ് പറയുന്നത്, എന്റെ ജനമേ, ഈ ലോകത്തിന്റെ സമ്പ്രദായത്തിൽ നിങ്ങൾ വീണ്ടും ആകരുത്. ഇതിനെ ഞാൻ ന്യായം വിധിക്കാൻ പോകുകയാ, ഇതിനെ ഞാൻ നശിപ്പിക്കാൻ പോകുകയാ. ഇന്ന് നമ്മളോടും പറയുന്നു, ഈ ലോകത്തിൽ നമ്മൾ അകന്നു മാറി നിൽക്കണം, ലോകത്തിന്റെ വഴികളിൽ നിന്ന് അകന്നു മാറി നിൽക്കണം. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ മനോഹരമായ വാക്യം നിങ്ങളൊന്ന് ശ്രദ്ധിച്ച്, 1 യോഹന്നാൻ 2-ാം അധ്യായത്തിന്റെ 15, 16, 17 വാക്യങ്ങൾ പറയുന്നു, ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത്.
ഒരുവൻ ലോകത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ അവനിൽ പിതാവിന്റെ സ്നേഹമില്ല. സഹോദരങ്ങളെ, നമ്മൾ ഈ ലോകത്തെ സ്നേഹിക്കുന്നെങ്കിൽ നമ്മൾ സ്നേഹിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതിന്റെ തെളിവ് എന്താണെന്നറിയാമോ? ആർ വി സ്പെൻഡിങ് ടൈം വിത്ത് ദ വേൾഡ്? ദാറ്റ് ഇസ് വാട്ട് ഈസ് ദ മെയിൻ തിങ്. നമ്മൾ ഇഷ്ടപ്പെടാത്ത ഒരാളുടെ കൂടെ സമയം ചെലവഴിക്കത്തില്ല. ചെലവഴിക്കുമോ? ഇല്ല. ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക് വേണ്ടി നമ്മൾ സമയം മാറ്റിവെക്കുമോ? അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നാം ഈ ലോകത്തിലുള്ളതിന് വേണ്ടി സമയം മാറ്റിവെക്കുക എന്ന് വെച്ചോ, ലോകത്തിലുള്ളതെന്ന് പറയുമ്പോൾ ലോകത്തിന്റെ വഴികളുള്ളത് എന്തുമായിക്കൊള്ളട്ടെ, ലോകത്തിന്റെ എന്റർടൈൻമെന്റ് ആയിക്കൊള്ളട്ടെ, ലോകത്തിന്റെ സമ്പാദ്യം ആയിക്കൊള്ളട്ടെ, ഈ ലോകത്തിൽ എനിക്കൊരു പേരും പെരുമയും വേണമെന്നുള്ള ആഗ്രഹമായിക്കൊള്ളട്ടെ, ലോകത്തിൽ എനിക്കൊരു അധികാരം വേണമെന്നുള്ള ഒരു ആഗ്രഹമായിക്കോട്ടെ, ലോകത്തിൽ ചിലതിന്റെയൊക്കെ വലിയ ആളായിട്ട് എനിക്ക് ഇരിക്കണമെന്നുള്ള ആഗ്രഹമായിക്കോട്ടെ, ദീസ് ഓൾ ദ വേൾഡ്ലി ഡിസയേഴ്സ്. അപ്പൊ നമ്മൾ അതിനെ സ്നേഹിക്കുന്നുവെങ്കിൽ നമ്മൾ അതിന്റെ അടിമയാകുക. ഇവിടെ പറയുന്നു പിതാവിന്റെ സ്നേഹം അവനിൽ ഇല്ല. നമ്മൾ പറയും പിതാവിന്റെ സ്നേഹം നമുക്കുണ്ടെന്ന്, നമുക്ക് പിതാവിനോട് സ്നേഹമാണെന്ന്. പക്ഷെ കർത്താവ് പറഞ്ഞു എന്റെ സ്നേഹം നിന്നിലില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നീ എന്നെ സ്നേഹിക്കുന്നില്ല. എന്റെ വചനത്തിന് തരുന്ന പ്രാധാന്യം, എന്റെ വചനത്തിന് നീ പ്രാധാന്യം തരുന്നില്ല, എന്റെ പ്രമാണങ്ങൾക്ക് നീ പ്രാധാന്യം തരുന്നില്ല, എന്നെ നീ അന്വേഷിക്കുന്നില്ല, എന്റെ കൂടെ ഇരിക്കുവാൻ നീ ആഗ്രഹിക്കുന്നില്ല. നിന്റെ സമയം മുഴുവനും നീ ലോകത്തിന് കൊടുത്തുകൊണ്ടിരിക്കുക, ലോകത്തിന്റെ വഴികളെ കുറിച്ച് ചിന്തിക്കുക, ഈ ലോകത്തിൽ എങ്ങനെ ആകാമെന്ന് ചിന്തിക്കുക, ലോകത്തിന്റെ എന്റർടൈൻമെന്റ്സ് കണ്ടുകൊണ്ടിരിക്കുക നീ. മൈ ബ്രദേഴ്സ്, മൈ സിസ്റ്റേഴ്സ്, ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ് മീ. ഇവിടെ വചനം പറയുക, ലോകത്തെയും ലോകത്തിലുള്ളതിനെ നീ സ്നേഹിക്കരുത്. ഒരുവൻ ലോകത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ അവന് പിതാവിന്റെ സ്നേഹമില്ല. 16-ാമത്തെ വാക്യം പറയുന്നു, 1 യോഹന്നാൻ 2:16 പറയുന്നു, ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം, ഇങ്ങനെ ലോകത്തിലുള്ളതെല്ലാം പിതാവിങ്കിൽ നിന്നല്ല, ലോകത്തിൽ നിന്നത്രേ വരുന്നത്. ഒന്ന് ചിന്തിച്ചു നോക്കിയേ, കൺമോഹം എവിടുന്നാ വരുന്നത്? കൺമോഹം ലോകത്തിലുള്ളത് കാണുമ്പോഴല്ലേ കൺമോഹം വരുന്നത്. എനിക്കത് വേണം, കണ്ണിന്റെ മോഹമല്ല അല്ലേ? കവറ്റസ്നെസ്, അത്യാഗ്രഹം, എനിക്ക് അതും കൂടെ വേണം. അത് എന്തുമായിക്കൊള്ളട്ടെ, അത് വസ്തുവാകാം, സ്ത്രീയാകാം, പുരുഷനാകാം, എന്തുമായിക്കൊള്ളട്ടെ. എനിക്കില്ലാത്ത ഒന്നിനെ, എന്റേതല്ലാത്ത ഒന്നിനെ ഞാൻ ആഗ്രഹിക്കുന്നതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ലസ്റ്റ് ഓഫ് ഐസ്. എനിക്ക് ദൈവം അത് തന്നിട്ടില്ല, പക്ഷെ എനിക്കത് വേണം. അതാണ് കണ്ണിന്റെ മോഹം എന്ന് പറയുന്നത്. അത് ഈ ലോകത്തിൽ നിന്ന് വരുന്നതാ. ഈ ലോകത്തെ നമ്മൾ ഒത്തിരി കാണുന്നത് കൊണ്ട് വരുന്നതാ കേട്ടോ. ഈ ലോകത്തിലേക്ക് നമ്മൾ ഒത്തിരി നോക്കുന്നത് കൊണ്ട് വരുന്നതാ സഹോദരങ്ങളെ. ഇവിടെ കർത്താവിന്റെ ആത്മാവ് പറയുകയാണ്, കൺമോഹം, അതുപോലെ ജഡമോഹം. എന്റെ കണ്ണിന് ചില കാര്യങ്ങൾ ആഗ്രഹമായിട്ട് തോന്നുമ്പോൾ അതിനെ എന്റെ ജഡം കൂടെ ആഗ്രഹിക്കും. ശരിയല്ലേ? ഞാൻ ഒത്തിരി എക്സ്പ്ലിസിറ്റ് ആയിട്ട് അതിനെക്കുറിച്ച് തുറന്ന് ഒത്തിരി പറയാനായിട്ട് ആഗ്രഹിക്കുന്നില്ല സഹോദരങ്ങളെ. കണ്ണിന്റെ പാപമാണ് നമ്മളെ ജഡത്തിന്റെ പാപത്തിലേക്ക് നയിക്കുന്നത്. കൺമോഹം, ലെസ്റ്റ് ഓഫ് അവർ ഐസ് ലീഡ്സ് ടു ദ ലെസ്റ്റ് ഓഫ് അവർ ഫ്ലഷ്. കണ്ണിന്റെ മോഹം ജഡത്തിന്റെ മോഹത്തിലേക്ക് നമ്മളെ നയിക്കുന്നു. അരുതാത്തത് കാണുവാൻ നമ്മൾ ആഗ്രഹിക്കുമ്പോഴാണ് ജഡത്തിന് ഉത്തേജനം വരുന്നത് അല്ലേ? അതുകൊണ്ട് ഇവിടെ പറയുകയാണ്, കൺമോഹം, ജഡമോഹം, ജീവനത്തിന്റെ പ്രതാപം എന്ന് പറയുന്നതും കൺമോഹത്തിൽ നിന്നാണ് വരുന്നത് അല്ലേ? അവർ ജീവിക്കുന്ന പോലെ എനിക്കും ജീവിക്കണം. എനിക്ക് ഇത്രയൊന്നും പോരാ. എനിക്ക് ദൈവം തന്നിരിക്കുന്ന, എന്റെ ചുറ്റും ദൈവം വരച്ചിരിക്കുന്ന ബൗണ്ടറീസ് ഒന്നും എനിക്ക് പോരാ. എനിക്ക് അവരെ പോലാകണം, എന്റെ കൂട്ടുകാരെ പോലാകണം, എന്റെ വീട്ടുകളിലുള്ള മറ്റുള്ളവരെ പോലാകണം. അവരൊക്കെ എന്തെല്ലാം നേടി ഈ പ്രായത്തിൽ, എനിക്ക് എന്തുകൊണ്ട് നേടാൻ പറ്റത്തില്ല? അതുകൊണ്ട് എനിക്ക് അതൊക്കെ വേണം. ജീവനത്തിന്റെ പ്രതാപം. അല്ലെങ്കിൽ അതിനെ മറ്റൊരർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് ഇത്രയൊക്കെ നേടാൻ പറ്റിയല്ലോ, എന്റെ അച്ചീവ്മെന്റ്സ് ആണ് ഇതൊക്കെ. ഇത് തന്നെയാ സഹോദരങ്ങളെ ദൈവം വെറുക്കുന്നതായത് കേട്ടോ, ഈ പ്രൈഡ്. ദാനിയേലിന്റെ പുസ്തകം 4-ാം അധ്യായത്തിൽ നെബൂഖദ്നേസർ മൃഗം പോലെയായത് അങ്ങനെയാ കേട്ടോ. നെബൂഖദ്നേസർ ഒരു ദിവസം എഴുന്നേറ്റ് തന്റെ കൊട്ടാരത്തിൽ നിന്നുകൊണ്ട് വെളിയിലേക്ക് നോക്കി ബാബിലോണിന്റെ ആ മഹത്വം എല്ലാം കണ്ടിട്ട് പറഞ്ഞു, ഇത് ഞാൻ പണിത ബാബിലോണാണ്, എന്റെ കൈകൊണ്ട് ഞാൻ പണിത ബാബിലോണാണ് എന്ന് പറഞ്ഞിട്ട് അവൻ സ്വയം പുകഴുവാനായിട്ട് തുടങ്ങിയപ്പോഴാ ആ നിമിഷം ദൈവത്തിന്റെ ന്യായവിധി അവന്റെ മേൽ വന്നിട്ട് പറഞ്ഞു, നിന്റെ രാജാധികാരം ഞാൻ നീക്കിയിരിക്കുന്നെന്നാ, നിന്നെ മനുഷ്യരിൽ നിന്ന് മാറ്റുമെന്നാ. എന്നിട്ട് അവിടെ പറയുന്നു, കഴുകന്റെ തൂവലുകൾ പോലെ അവന്റെ രോമമെല്ലാം വളർന്നെന്ന, പക്ഷികളുടെ അല്ലെങ്കിൽ ബേർഡ്സിന്റെ നഖങ്ങളെ പോലെ അവന്റെ നഖങ്ങൾ വളർന്നെന്ന, എന്നിട്ട് കാള പോലെ അവൻ പുല്ല് തിന്നാൻ തുടങ്ങിയെന്ന. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയ സഹോദരങ്ങളെ, രാജകൊട്ടാരത്തിൽ രാജസിംഹാസനത്തിലിരിക്കുന്ന രാജാവ് ഇപ്പോഴെവിടെയാണെന്നറിയാമോ? കൊട്ടാരത്തിന്റെ പുറകിലുള്ള ഫീൽഡിൽ നിന്ന് പുല്ല് തിന്നുക, മൃഗത്തെ പോലെ. This really happened for a season. കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ അവിടെ നിങ്ങൾ ദാനിയേലിന്റെ പുസ്തകം 4-ാം അധ്യായം വായിക്കണം. അതുമല്ല, നെബൂഖദ്നേസർ എന്ന് പറയുന്ന ബാബിലോണിന്റെ എംപയർ ആയിരുന്നു, ചക്രവർത്തിയായിരുന്നു. ചരിത്രം, ലോകത്തിന്റെ ബൈബിള് നിങ്ങൾ നോക്കണ്ട, ലോകത്തിന്റെ ചരിത്രം അത് പറയുന്നുണ്ട്. ഇന്നത്തെ ബാഗ്ദാദിന് 55 മൈൽസ് സൗത്തിലാണ് അന്നത്തെ ഈ ഏൻഷ്യന്റ് സിറ്റി നിലനിന്നിരുന്നിരുന്ന ചരിത്രം പറയുന്നു.
അപ്പൊ ഇതൊന്നും തമാശയ്ക്ക് പറയുന്നതല്ല സഹോദരങ്ങളെ. നമുക്കറിയാം that happened because of the pride of Nebuchadnezzar. അവൻ ദൈവത്തിന്റെ മുമ്പിൽ തന്നെ ഉയർത്തതുകൊണ്ട് എന്റെ കൈകൾ ഇതൊക്കെ പണിതുന്ന സഹോദര സഹോദരി, ഈ പ്രൈഡ് എന്റെയും നിന്റെയും ജീവിതത്തിൽ വന്നാൽ ഓർത്തോണം, നെബൂഖദ്നേസറിന് വന്ന അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവരുത്. വചനം പറയുന്നു, ജെയിംസ് യാക്കോബിന്റെ ലേഖനം 4-ാം അധ്യായത്തിൽ താഴേക്ക് വായിക്കുമ്പോൾ പറയുന്നു, ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുന്നു, താഴ്മയുള്ളവർക്കോ കൃപ നൽകുന്നു. ഹല്ലേലൂയ. ഇവിടെ ഈ പറയുന്ന ബാബിലോണിനെ പറ്റുന്ന കുഴപ്പവും താഴോട്ട് വായിക്കുമ്പോൾ പറയുന്നത് പുളച്ചെന്ന, അവളുടെ പുളപ്പെന്നാ പറയുന്നത്. അവളുടെ എന്താ പറയുന്നത്, സെൽഫ് എക്സോൾട്ടേഷൻ, സെൽഫ് എക്സോൾട്ടിങ്, സ്വയം പുകഴുക, സ്വയം ഉയർത്തുന്ന അനുഭവമാണ് ഇവിടെ പറയുന്നു. ദൈവമക്കളെ, നിങ്ങൾ ഇവളുടെ പാപത്തിന് നിങ്ങൾ ഓഹരിക്കാരാവരുത്. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, ഈ വചനത്തിന്റെ മുമ്പാകെ ഇരിക്കുമ്പോൾ ഈ വരുന്ന ന്യായവിധിയെക്കുറിച്ച് നമ്മൾ ഓർക്കണം. കർത്താവേ, എന്റെ നിക്ഷേപം ഈ ഭൂമിയിലാവരുത്, ഇതൊക്കെ തകർന്നു പോകാൻ പോകുക. ഈ ഭൂമിക്ക് വേണ്ടി ഈ ലോകത്തിന് വേണ്ടി ഞാൻ എൻ്റെ സമയം കളയരുത്. ദൈവം അത് ഇഷ്ടപ്പെടുന്നില്ല. ഞാൻ എന്നെ തന്നെ സൂക്ഷിക്കണം, എന്നെ ഏൽപ്പിച്ചിരിക്കുന്നവരെ ഞാൻ സൂക്ഷിക്കണം. എൻ്റെ ജീവിതം മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു മുന്നറിയിപ്പായി തീരണം. വെൻ ഐ ആം ഇൻ ദി ഓഫീസ്, എൻ്റെ ഓഫീസിൽ ഞാൻ വർക്ക് ചെയ്യുമ്പോൾ മൈ ലൈഫ് മസ്റ്റ് ബി എ വാർണിംഗ് ടു ദ റെസ്റ്റ് ഓഫ് ദ പീപ്പിൾ അറൗണ്ട് മീ. എൻ്റെ ചുറ്റുപാടുമുള്ളവരുടെ മുമ്പിൽ എൻ്റെ ജീവിതം ഒരു മുന്നറിയിപ്പായി മാറണം. They must know I am living for something else. I am not with them. The way they crack jokes, the way they enjoy their time, the way they pass their times out, I don't have to be a part of them, and I don't want to be. Hallelujah. അങ്ങനെ നമ്മൾ നിന്ന് കഴിയുമ്പോൾ നമ്മൾ അവരുടെ മുമ്പിൽ ഒറ്റപ്പെടും. അവരുടെ മുമ്പിൽ പരിഹാസ വിഷയമാകും. അവരെ സ്നേഹിക്കരുതെന്നല്ല പറയുന്നത്. അവർ ചെയ്യുന്ന പല കാര്യങ്ങളിലും നമ്മൾ ഓഹരിക്കാരായി തീരും. കർത്താവിന് വേണ്ടി നമ്മൾ വേർപെട്ടിരിക്കണം. അതാ ഇവിടെ പറയുന്നത്. സ്വർഗത്തിൽ നിന്ന് പറയുന്നതായി ഞാൻ കേട്ടത്, എന്റെ ജനമായുള്ളവരെ, അവളുടെ പാപങ്ങൾ കൂട്ടാളികളാകാതെയും അവളുടെ ബാധകളിൽ ഓഹരിക്കാരാകാതെയും ഇരിക്കുവാൻ അവളെ വിട്ടു പോരുവേൻ. നമ്മൾ ഈ ലോകത്തോടു കൂടി നിന്ന് കഴിഞ്ഞാൽ ഈ ലോകത്തെ ദൈവം ജഡ്ജ് ചെയ്യുമ്പോൾ നമ്മളും ജഡ്ജഡ് ആകും. കർത്താവിന്റെ വരവിങ്കിൽ നമ്മൾ എടുക്കപ്പെടത്തിൽ ഈ പറയുന്ന അനുഭവങ്ങളൂടെ നമ്മൾ കടന്നു പോകേണ്ടി വരും. ഈ ബാബിലോൺ തകരുമ്പോൾ അതിനോടുകൂടെ നമ്മളും തകരേണ്ടി വരും. 5-ാമത്തെ വാക്യം, അവളുടെ പാപം ആകാശത്തോളം കുന്നിച്ചിരിക്കുന്നു, അവളുടെ അകൃത്യം ദൈവം ഓർത്തിട്ടുമുണ്ട്. ദിസ് ഈസ് എക്സാക്ട്ലി സോദോം ഗൊമോറയെ കുറിച്ചൊക്കെ നമുക്കറിയാമല്ലോ, ലോത്തിന്റെ സമയത്തുള്ള ന്യായവിധിയെ കുറിച്ച്. പാപം സ്വർഗത്തിൽ എത്തിക്കഴിഞ്ഞപ്പോഴാണ് ദൈവത്തിന്റെ ന്യായവിധി വന്നത്. നിനവയെ കുറിച്ച് പറയാമല്ലോ, യോനയുടെ പുസ്തകത്തിലെ നിനവെ, അവരുടെ പാപം ദൈവസന്നിധിയിൽ എത്തിയപ്പോഴാണ് നിനവെ നശിപ്പിക്കുവാൻ തക്കോണം ദൈവം ചിന്തിച്ചത്. സഹോദരങ്ങളെ, ഇന്ന് ഈ ലോകത്തിന്റെ പാപം ദൈവത്തിന്റെ സന്നിധിയിൽ എത്തിയിരിക്കുക, ആ നെറുകയിൽ എത്തിയിരിക്കുക. എനി ടൈം ദിസ് ക്യാൻ ഹാപ്പൻ. അതാ ഞാൻ എപ്പോഴും പറയുന്നത്, ഈ കർത്താവിന്റെ സഭ ഏത് നിമിഷവും എടുക്കപ്പെടാം. ഇപ്പോഴും മഹോപദ്രവ കാലഘട്ടം ആരംഭിക്കാൻ പോകുക. ദൈവം ആ സമയം കഴിഞ്ഞിരിക്കുക. ഇപ്പോഴും മൈ ബ്രദേഴ്സ്, മൈ സിസ്റ്റേഴ്സ്, ഉണർന്ന് ദൈവസഭയെ ശുദ്ധീകരിക്കുക. നമ്മുടെ ചുറ്റുപാടുമുള്ളവരോട് ശ്രേഷ്ഠമേറിയ ഈ കാര്യങ്ങളെക്കുറിച്ച് ഓർമ്മിപ്പിച്ച് അവരോട് പറയാ, നിങ്ങൾ ഒരുങ്ങ്, ഈ ലോകത്തിന്റെ പിന്നാലെ പോകരുത് മക്കളെ, ഇതൊക്കെ വേസ്റ്റ് ഓഫ് ടൈമാണ്. ജോലി വേണം, വീട് വേണം, ഈ ലോകത്ത് ജീവിക്കുവാനുള്ളതൊക്കെ നമുക്ക് വേണം, അത്രമാത്രം മതി. അതിനപ്പുറം അതിനെക്കുറിച്ച് ചിന്തിക്കരുത്, അതിനപ്പുറം അതിനുവേണ്ടി ജീവിക്കരുത്. അവളുടെ പാപം ആകാശത്തോളം കുന്നിച്ചിരിക്കുന്നു, അവളുടെ അകൃത്യം ദൈവം ഓർത്തിട്ടുമുണ്ട്. ദൈവം ഓർത്തിട്ടുമുണ്ടെന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ മറന്നുപോയ കാര്യം ഓർത്തെന്നുള്ള ആ മീനിങ്ങിലല്ല. അതിന്റെ ഗ്രീക്ക് റൂട്ട് മീനിങ്ങിൽ പറഞ്ഞ് ഓർത്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഹി ഡിറ്റർമൈൻഡ്, നൗ ഹി ഹാസ് സ്റ്റെപ്ഡ് ഫോർവേഡ്. അതെ, ഇപ്പോഴവൻ മുന്നോട്ട് വന്നു എന്നാ അതിന്റെ അർത്ഥം. എന്തിന്? ശിക്ഷിക്കുന്നതിന് വേണ്ടി. അവൾ നിങ്ങൾക്ക് ചെയ്തതുപോലെ നിങ്ങൾ അവൾക്ക് പകരം ചെയ്യുവീൻ. അവളുടെ പ്രവൃത്തികൾക്ക് തക്കവണ്ണം അവൾക്ക് ഇരട്ടിച്ചു കൊടുക്കുവേൻ. അവൾ കലക്കി തന്ന പാനപാത്രത്തിൽ അവൾക്ക് ഇരട്ടിയായി കലക്കി കൊടുക്കുവേൻ. ഈ ദൂതൻ വിളിച്ചു പറയുന്നത് എന്താണെന്നറിയാമോ? അവൾ നിങ്ങളോട് ചെയ്തതുപോലെ. അവളെന്ന് പറഞ്ഞാൽ ഈ ലോകം നിങ്ങളോട് ചെയ്തതുപോലെ. നമ്മളെ നിന്ദിക്കുകയല്ലേ ചെയ്യുന്നത്, നമ്മളെ പരിഹസിക്കുകയല്ലേ ചെയ്യുന്നത്, നമ്മളെ ഒറ്റപ്പെടുത്തുകയല്ലേ ചെയ്യുന്നത്, കിട്ടാമന്ത്രത്തോളം നമ്മളെ ഉപദ്രവിക്കുകയല്ലേ ചെയ്യുന്നത്, പീഡിപ്പിക്കുകയല്ലേ ചെയ്യുന്നത്. ദൂതൻ പറയുക, നിങ്ങൾ അവൾക്ക് പകരം കൊടുക്കുവേൻ. ആ സമയം എത്തിയിരിക്കുക. ഹല്ലേലൂയ. അവൾ ചെയ്തതിന്റെ ഒക്കെയും അവൾ അനുഭവിക്കാൻ പോകുകയാ. ഇപ്പോഴ് ഇത്രയും നാൾ കടന്ന് പുളച്ചതിന്റെ, അഹങ്കരിച്ചതിന്റെ താഴേക്ക് വരുമ്പോൾ അതിനെക്കുറിച്ച് കാണാം. ഇവിടെ പറയുകയാണ്, ദൈവജനമേ, അവളിൽ നിന്ന് നിങ്ങൾ മാറിയിട്ട് അവൾ നിങ്ങളോട് ചെയ്തതുപോലെ നിങ്ങൾ അവളോട് ചെയ്യുവിൻ എന്ന് പറഞ്ഞാൽ ആ ആറ്റിറ്റ്യൂഡ് നമ്മുടെ ഉള്ളിൽ വരണമെന്ന. ദൈവജനത്തെ, വിശുദ്ധന്മാരെ ഉപദ്രവിച്ചവൾ,
വിശുദ്ധന്മാരെ എരിച്ച് തികത്തിച്ച് കൊന്നവൾ ഹല്ലേലൂയ, ദൈവത്തിനെതിരെ നിന്നവൾ, യേശു കർത്താവിനെ ഉപദ്രവിച്ചവർ, യേശു കർത്താവിന്റെ നാമത്തെ ദുഷിച്ചവർ. ഇന്ന് സോഷ്യൽ മീഡിയകളിലൊക്കെ നോക്കിയ കർത്താവിനെ കുറിച്ചൊക്കെ എന്തെല്ലാം ദൂഷണങ്ങളാണ് പറയുന്നത്. ന്യായവിധി വരികയാണ് ഇതിന്റെയൊക്കെ. കർത്താവ് പറയുക, അവരോട് കൂടെ നിങ്ങൾ നിൽക്കരുത്. നിങ്ങളുടെ നാഥനെ ദുഷിച്ചവരോട് കൂടെ നിങ്ങൾ നിൽക്കരുത്. ആ ലോകത്തോട് നിങ്ങൾ നിൽക്കരുത്. ലോകത്തിലുള്ള ജനത്തെക്കുറിച്ചല്ല പറയുന്നത്, സമ്പ്രദായത്തെ കുറിച്ചാണ് പറയുന്നത്. അടുത്ത വാക്യം നോക്കി, 7-ാമത്തെ വാക്യം. അവൾ തന്നെത്താൻ മഹത്വപ്പെടുത്തി പുളച്ചിടത്തോളം അവൾക്ക് പീഡയും ദുഃഖവും കൊടുക്കുവിൻ. രാജ്ഞിയായിട്ട് ഞാൻ ഇരിക്കുന്നു, ഞാൻ വിധവയല്ല, ദുഃഖം കാണുകയില്ല എന്നവൾ ഹൃദയം കൊണ്ട് പറയുന്നു. ഇവിടെ പറയുന്നത് ഞാൻ ഐ ആം ദ ക്യൂൻ. ക്യൂൻ എന്ന് കാണിക്കുന്നത് വെച്ചാൽ അധികാരത്തെ കാണിക്കുന്നത്. എനിക്ക് അധികാരമുണ്ടെന്ന്, എനിക്ക് ഇഷ്ടമുള്ളത് ചെയ്യാനുള്ള അധികാരമുണ്ട്. ലോകം അങ്ങനെയല്ലേ പറയുന്നത്? ലോകത്തിന്റെ വഴികൾ അതല്ലേ? ആരെയും പേടിക്കുന്നതല്ല ലോകം. ആ സമ്പ്രദായത്തെ കുറിച്ചാണ് പറയുന്നത് കേട്ടോ. ഈ സിസ്റ്റം, പ്രൗഢി, ലോകത്തിന്റെ മഹത്വം. ഒരു രാത്രിയിൽ ഏതെങ്കിലും ഒരു സിറ്റിയിലേക്ക് ഒന്ന് നോക്കി, നമുക്ക് ഈ യൂട്യൂബുകളിലൊക്കെ ഓരോ സിറ്റികളിലൊക്കെ രാത്രിയിലെ സൈറ്റ് സീയിങ് ഒക്കെ കാണാൻ പറ്റുമല്ലോ. എന്തോ ഒരു ഗ്ലോറി ആയിട്ടാണ് കാണിക്കുന്നത് അല്ലേ? എന്തോ ഒരു പണമാണ് അതിനായിട്ട് ഒഴുക്കുന്നത്. ഇവിടെ പറയുക, ഞാൻ രാജ്ഞിയായിട്ടിരിക്കുന്നു, ഞാൻ വിധവ എന്നുള്ള വാക്ക് ഉദ്ദേശിക്കുന്നത് എന്താണ്? വിധവ എന്ന് പറഞ്ഞാൽ എപ്പോഴും കണ്ണുനീരൊഴുക്കുന്നവൾ എന്നുള്ള അർത്ഥമാണ്. എന്ന് വെച്ചാൽ ഞാൻ വിധവയല്ലെന്ന് പറഞ്ഞാൽ എന്തുവാ? എനിക്ക് കണ്ണുനീരൊന്നും ഒഴുക്കേണ്ട കാര്യമില്ല. എനിക്ക് എപ്പോഴും മെറിയായിട്ട് എൻജോയ് ചെയ്ത് ജീവിക്കാൻ പറ്റും. ഞാൻ രാജ്ഞിയാണ് എന്ന് അവൾ പറയുക. പക്ഷെ അവളുടെ ന്യായവിധി വരികയാണ്. അവളുടെ അഹങ്കാരത്തിന്റെ ന്യായവിധി, നിഗളത്തിന്റെ ന്യായവിധി ദൈവസന്നിധിയിൽ നിന്ന് വരികയാണ്. അത് നിമിത്തം, 8-ാമത്തെ വാക്യം, അത് നിമിത്തം മരണം, ദുഃഖം, ക്ഷാമം എന്നിങ്ങനെ അവളുടെ ബാധകൾ ഒരു ദിവസത്തിൽ തന്നെ വരും. അവളെ തീയിലിട്ട് ചുട്ടുകളയും. അവളെ ന്യായം വിധിച്ച ദൈവമായ കർത്താവ് ശക്തനല്ല. അവളുടെ ന്യായവിധി വന്നിരിക്കുക. അവളുടെ ന്യായവിധി വന്നിരിക്കുക. ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് ആ ന്യായവിധി ഇറങ്ങുകയാണ്. ഇത് ഈ 4 മുതൽ 8 വരെയുള്ള വാക്യങ്ങളെ കുറിച്ച് നമ്മൾ കേട്ടത്. ദൈവജനത്തോട് പറയുക, അവരുടെ പാപത്തിന് ഓഹരിക്കാരാകരുത്. നമുക്കറിയാം, റോമാലേഖനം 12-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യത്തിൽ പറയുന്നത് എന്തറിയാമോ? ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയും ഉള്ള ദൈവഹിതം ഇന്നതെന്ന് അറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവിൻ. അവിടെയും അപ്പോസ്തലൻ പരിശുദ്ധാത്മാവിൽ പറയുകയാണ്, ഈ ലോകത്തിന് അനുരൂപമാകരുത്. ഇംഗ്ലീഷ് എഴുതിയിരിക്കുന്ന ബി നോട്ട് കൺഫോംഡ് ടു ദിസ് വേൾഡ്. ഈ ലോകത്തിന് അനുരൂപമായിട്ട് തീരരുത്. അതുപോലെ യാക്കോബിന്റെ ലേഖനം 4-ാം അധ്യായത്തിൽ താഴേക്ക് വായിച്ചു വരുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്ന 4-ാമത്തെ വാക്യമാണെന്ന് തോന്നുന്നു. അവിടെ എഴുതിയിരിക്കുന്നു, വ്യഭിചാരിണികളായുള്ളവരെ, ലോകത്തോടുള്ള സ്നേഹം ദൈവത്തോട് ശത്രുത്വമാകുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ലോകത്തിന്റെ സ്നേഹിതനാകുവാൻ ഇച്ഛിക്കുന്നവനെല്ലാം ദൈവത്തിന്റെ ശത്രുവായി തീരും. ആ വാക്യങ്ങളൊക്കെ കഴിഞ്ഞ നാളുകളിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളതുകൊണ്ട് ഞാൻ ആ ഭാഗങ്ങളിലേക്കൊന്നും പോകുന്നില്ല. ലോകത്തിന്റെ സ്നേഹിതൻ നമ്മളായി കഴിഞ്ഞാൽ ദൈവത്തിന്റെ ശത്രുവായി നമ്മൾ മാറുകയാണ്. നമ്മൾ പറയും നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നു, പക്ഷെ ദൈവം പറയും നോ, I am his enemy, I am her enemy, because he loves the world, she loves the world. നമുക്ക് അവസ്ഥ ഉണ്ടാകാതെ നമ്മൾ സൂക്ഷിക്കുക ദൈവമക്കളെ. അടുത്ത 9 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ ആഗണി ഓൺ ദി എർത്ത്, ഈ ഭൂമിയിൽ ഉണ്ടാകുന്ന കഷ്ടങ്ങളെ കുറിച്ചാണ്, ഭൂമിയുടെ നാശത്തെ കുറിച്ചാണ്. വൺ ആഫ്റ്റർ അനദർ ഓരോന്ന് നശിച്ചു വീഴുന്നതാണ് നമ്മൾ കാണുന്ന 9 മുതൽ. അതിനകത്ത് 3 ഗ്രൂപ്പിലുള്ളവരാണ് പ്രധാനമായിട്ടും ബുദ്ധിമുട്ട് അനുഭവിക്കാൻ പോകുന്നത്. എന്ന് പറഞ്ഞാൽ നിലവിളിക്കാൻ പോകുന്നത് 3 ഗ്രൂപ്പാണ്. ഒന്ന് കിങ്സ് ഓഫ് ദി എർത്ത്, ഭൂമിയിലെ അധികാരികൾ, ഭൂമിയിലെ പ്രമാണികൾ, ഭൂമിയിലെ രാജാക്കന്മാർ. ഇവിടെ അധികാരികളല്ലേ എല്ലായിടത്തും. ഓഫീസിലായാലും അധികാരികളാ, ദേശത്തിലായാലും സിറ്റിയിലായാലും അധികാരികളാ, സ്ട്രീറ്റിലായാലും അധികാരികളാ, എല്ലായിടത്തും അധികാരികളുണ്ടല്ലേ. രാജ്യത്തിനായാലും അധികാരികളാ. അധികാരത്തിന് വേണ്ടിയുള്ള വടംവലിയല്ലേ എല്ലായിടത്തും. അപ്പം ദുഃഖിക്കുന്ന ആദ്യത്തെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് അധികാരികളാണ്. അത് എവിടെ എഴുതിയിരിക്കുന്നത്? 9-10 വാക്യങ്ങളിൽ. 2-ാമത്തെ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ മർച്ചൻസ് ഓഫ് ദ വേൾഡ്, ദാറ്റ് ഈസ് ബിസിനസ്മാൻ എല്ലാം നിലവിളിക്കും. അത് 11 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിൽ എഴുതിയിരിക്കുന്നു. 3-ാമത്തെ ഷിപ്പ് മാസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഈ കാരിയേഴ്സ് ഒക്കെ എന്ന് പറഞ്ഞാൽ ഇതുകൊണ്ട് പണം ഉണ്ടാക്കിയിരിക്കുന്ന മറ്റൊരു ഗ്രൂപ്പാണ് ഷിപ്പ് മാസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ കപ്പലുടമകൾ. അന്നത്തെ കാലഘട്ടത്തിന്റെ ഭാഷയിലാണ് അത് എഴുതിയിരിക്കുന്നത്. ഞാൻ അവിടെ വരുമ്പോൾ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. കപ്പലുടമകൾ, ഷിപ്പ് മാസ്റ്റേഴ്സ്, അവർ കടന്ന് നിലവിളിക്കുന്നതായിട്ട് വാക്യങ്ങൾ നമുക്ക് 17 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ, 17 to 19 വാക്യങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഞാൻ ആ ഭാഗം വരുമ്പോൾ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. നമുക്ക് 9 മുതലുള്ള വാക്യങ്ങളിലേക്ക് ഒന്ന് നോക്കാം. അവളോടുകൂടെ പരസംഗം ചെയ്ത് പുളച്ചിരിക്കുന്ന ഭൂരാജാക്കന്മാർ അവളുടെ പീഡനിമിത്തം ഭയപ്പെട്ട് ദൂരത്ത് നിന്നുകൊണ്ട് അവളുടെ ദഹനത്തിന്റെ പുക കാണുമ്പോൾ അവളെ ചൊല്ലി കരഞ്ഞും ആറത്തടിച്ചും കൊണ്ട് അയ്യോ അയ്യോ മഹാനഗരമായ ബാബിലോണെ, ബലമേറിയ പട്ടണമേ, 1 മണിക്കൂർ കൊണ്ട് നിന്റെ ന്യായവിധി വന്നല്ലോ എന്ന് പറയും.
ഹല്ലേലൂയ. ദൈവത്തിന്റെ ന്യായവിധി ലോകത്തിന്റെ സിസ്റ്റത്തിന്റെ മേൽ വരുമ്പോൾ, ലോകത്തിന്റെ സമ്പ്രദായങ്ങൾ ഓരോന്നോരോന്നായി ക്രംബിൾ ഡൗൺ, ക്രാഷ് ഡൗൺ ചെയ്യുമ്പോൾ ഈ ലോകത്തിന്റെ അധികാരികൾ നിലവിളിക്കും. ഹല്ലേലൂയ. ഒന്ന് ഓർത്ത് നോക്കിയേ, ഒരു രാജ്യത്തിന്റെ ടാക്സ് വെട്ടിക്കുവാൻ തക്കവണ്ണം സ്വന്തം പണം കൊണ്ടുവന്ന് മറ്റേ രാജ്യങ്ങളുടെ ബാങ്കുകളിൽ നിക്ഷേപിക്കുന്ന എത്ര അധികാരികളുണ്ടെന്ന് നമുക്കറിയാമോ? അവരൊക്കെ കിടന്ന് നിലവിളിക്കും. കാരണം എല്ലാം ക്രഷ്ഡ് ആകുകയാണ്, എല്ലാം ക്രാക്ഡ് ആകുക, എല്ലാം തകർന്ന് തരിപ്പണമാകുക, സിസ്റ്റം എല്ലാം തീർക്കുകയാ. അവർ കിടന്ന് നിലവിളിക്കുകയാണ്, അയ്യോ അയ്യോ മഹാനഗരമായ ബാബിലോണ്, ഇത്ര പ്രൗഢിയുള്ള ലോകമേ, നീ തകർന്നു പോകുന്നത് കാണല്ലോ. ബാങ്കിങ് സിസ്റ്റം, വലിയ വലിയ ബാങ്കുകളൊക്കെ ക്രഷ്ടാവും, സിസ്റ്റംസ് എല്ലാം തകർന്ന് തരിപ്പണമാകും. നമ്മളൊക്കെ ചോദിക്കും, ഇതൊക്കെ നടക്കാൻ പോകുന്ന കാര്യമല്ലോ. നടക്കാൻ പോകുന്ന കാര്യമാണോ അല്ലയോ എന്നുള്ളതിന് സംശയം എന്താ ദൈവമക്കളെ? നമ്മുടെ കണ്ണിന്റെ മുമ്പിൽ നമ്മൾ ഒരിക്കൽ സുനാമി കണ്ടു. ഹല്ലേലൂയ. ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നവരൊക്കെ ഒരു കയ്യും കൊണ്ട് പ്ലേറ്റിൽ നിന്നൊരു സാധനം എടുത്ത് വായിലോട്ട് എത്തുന്നതിന് മുമ്പേ അപ്രത്യക്ഷമായി സുനാമിയൊക്കെ കൊണ്ടുപോയി ഹോട്ടലുകളും റെസ്റ്റോറന്റുകളും ബാറുകളും ഒക്കെ. സമുദ്ര തീരത്ത് സമുദ്രത്തിലെ കാഴ്ച കണ്ടുകൊണ്ട് പണിതുയർത്തിയ മഹാസൗധങ്ങളൊക്കെ നിമിഷങ്ങൾ കൊണ്ട് തകർന്നത് നമ്മൾ കണ്ടു. കഴിഞ്ഞ 2019, 2020, 2021, 2019, 2020, 2021 കോവിഡ് നമ്മൾ കണ്ടില്ലേ? വീട്ടിൽ നിന്ന് വെളിയിലിറങ്ങാൻ നമുക്ക് പറ്റുമായിരുന്നോ സഹോദരങ്ങളെ? സ്വന്തം മക്കൾ വന്ന് കതകന് മുട്ടിയാൽ പോലും അപ്പനും അമ്മയും തുറന്നു കൊടുക്കത്തില്ലായിരുന്നു, അല്ലേ? കൂടെ പഠിച്ച കൂട്ടുകാർ പോലും ശത്രുക്കളായിട്ടാണ് കണ്ടത്. നാട്ടിലൊക്കെ ഗൾഫിൽ നിന്നൊക്കെ വന്നവരെ കല്ലെറിഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ആ സംഭവമൊക്കെ ഓർക്കുന്നുണ്ടോ സഹോദരങ്ങളെ? ഇതൊക്കെ ഓർക്കുമ്പോ ഇത് സംഭവിക്കത്തില്ലെന്നാണോ നമ്മൾ പറയുന്നത്? ഒന്നുകൂടെ ഒന്ന് ഓർത്ത് നോക്കിക്കേ. നാട്ടിലൊരു വെള്ളപ്പൊക്കം, 2018 ഒരു വെള്ളപ്പൊക്കം വന്നില്ലേ? വലിയ 2-3 നിലയുള്ള കെട്ടിടങ്ങളുടെ മുകളിൽ കയറി നിന്നുകൊണ്ട് അപ്പനും അമ്മയും സഹോദരങ്ങളൊക്കെ കിടന്ന് നിലവിളിച്ചു തോർക്കുന്നുണ്ടോ? പറന്നു പോകുന്ന ഹെലികോപ്റ്ററിനെ നോക്കിക്കൊണ്ട് ഞങ്ങളെ കൂടെ രക്ഷിക്കണമെന്ന്. കടലേതാ കരയേതാന്ന് തിരിച്ചറിയുവാൻ കഴിയാതെ വണ്ണം ഉയർന്നു നിൽക്കുന്ന തെങ്ങിന്റെ മുകളിൽ കൂടെ വെള്ളം പൊങ്ങിയ കാലഘട്ടമാണ് കേരളത്തിൽ നമ്മൾ കഴിഞ്ഞ കാലങ്ങളിൽ കണ്ടത്. ആരെങ്കിലും പ്രതീക്ഷിച്ചതാണോ ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ ഈ ലോകത്തിന് സംഭവിക്കുമെന്ന്? അങ്ങനെയെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന വാക്യങ്ങളൊക്കെ അക്ഷരം പ്രതി സംഭവിക്കാൻ പോവുകയാണ്. ലോകത്തിന്റെ അവസാനം നമ്മുടെ കണ്ണിന്റെ മുമ്പിൽ വന്നിരിക്കുക. അതിലകപ്പെടാതിരിപ്പാൻ തക്കവണ്ണം ദൈവ പൈതലേ, മാനസാന്തരത്തിന് ഉചിതമായ ജീവിതം, മാനസാന്തരപ്പെടുന്ന ജീവിതം നയിച്ച് കർത്താവിന്റെ ആലോചനകൾക്ക് കീഴ്പ്പെട്ട് ഈ വലിയ നാശത്തിലേക്ക്, ഈ ബാബിലോണിന്റെ തകർച്ചയിൽ നമ്മളും പങ്കാളികളായി തീരാതിരിപ്പാൻ നമ്മുടെ പരിശുദ്ധ കർത്താവിനോട് എടുക്കപ്പെടാനായിട്ട് ദൈവസഭയെ ശുദ്ധീകരിക്കാം. ഹല്ലേലൂയ. അവിടെ രാജാക്കന്മാർ, അധികാരികൾ നിലവിളിക്കുക. കാരണം അവരുടെ അധികാരമെല്ലാം പോയി, അവരുടെ സമ്പത്തെല്ലാം പോയി, അവരുടെ നിക്ഷേപങ്ങളെല്ലാം പോയി, അവരാശ വെച്ചിരുന്നതെല്ലാം പോയി. മറന്നു പോകരുത് സഹോദരങ്ങളെ. അതുകൊണ്ടാണ് വാഴ്ത്തപ്പെട്ട കർത്താവ് നമ്മളോട് പറഞ്ഞത്. മത്തായിയുടെ സുവിശേഷത്തിൽ 6-ാം അധ്യായത്തിൽ താഴേക്ക് വായിച്ചു വരുമ്പോൾ പറയും, പുഴുവും തുരുമ്പും കർത്താവ് പറഞ്ഞു, പുഴുവും തുരുമ്പും കെടുക്കുകയും കള്ളന്മാർ തുരന്ന് മോഷ്ടിക്കുകയും ചെയ്യുന്ന ഈ ലോകത്തിൽ നിങ്ങൾക്ക് നിക്ഷേപം വരുത്. കാരണം എന്താണെന്ന് വെച്ചാൽ താഴേക്ക് പറയുന്നുണ്ട്, നിങ്ങളുടെ നിക്ഷേപമുള്ളിടത്ത് നിങ്ങളുടെ ഹൃദയം ഇരിക്കുമെന്ന്. ഹല്ലേലൂയ. നമ്മുടെ ഹൃദയം നിക്ഷേപത്തിലാണ് ഹൃദയം ഇരിക്കുന്നതെങ്കിൽ നിക്ഷേപം തകരുമ്പോൾ ഹൃദയവും തകരത്തില്ലേ? അത് തന്നെ ഇവിടെ കാണുന്നത്. ഈ ലോകത്തിൽ നിക്ഷേപം വെച്ചിരിക്കുന്നവരൊക്കെ മാറത്തടിച്ച് നിലവിളിക്കുന്ന ദിവസം വരുന്നു. അതാ ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇവിടെ എഴുതിയിരിക്കുന്നു, നോക്കിയേ. കാണുമ്പോൾ അവളെ ചൊല്ലി കരഞ്ഞും മാറത്തടിച്ചും കൊണ്ട്, അയ്യോ അയ്യോ മഹാനഗരമായ ബാബിലോണെ, ബലമേറിയ പട്ടണമേ, 1 മണിക്കൂർ കൊണ്ട് നിന്റെ ന്യായവിധി വന്നുവല്ലോ എന്ന് പറയും. 11-ാമത്തെ വാക്യം, ഭൂമിയിലെ വ്യാപാരികൾ. അടുത്തത് കരയാൻ പോകുന്നത് ആരാന്ന് വെച്ചാൽ ബിസിനസ്സുകാരാ. അവിടെ എഴുതിയിരിക്കുന്നത് 11 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ. ഭൂമിയിലെ വ്യാപാരികൾ പൊന്ന്, വെള്ളി, രത്നം, മുത്ത്, നേരിയ തുണി, ധൂമ്രവസ്ത്രം, പട്ട്, കടിച്ചുവപ്പ്, ചന്ദനത്തരങ്ങൾ, ആനക്കൊമ്പ് കൊണ്ടുള്ള സകലവിധ സാമാനങ്ങൾ, വിലയേറിയ മരവും പിച്ചളയും ഇരുമ്പും മർമ്മരക്കല്ലും കൊണ്ടുള്ള ഓരോ സാമാനങ്ങൾ, ലവംഗം, ഏലം, ധൂപവർഗം, മൂറ്, കുന്തിരുക്കം, വീഞ്ഞ്, എണ്ണ, നേരിയ മാവ്, കോതമ്പ്, കന്നുകാലി, ആട്, കുതിര, രഥം, മനുഷ്യദേഹം, മനുഷ്യപ്രാണൻ എന്നീ ചരക്ക് ഇനി ആരും വാങ്ങായികയാൽ അവളെ ചൊല്ലി കരഞ്ഞു വിലപിക്കും. ഇതൊക്കെ ബിസിനസിന്റെ കാര്യങ്ങളാണ് പറഞ്ഞത്. അന്നത്തെ രീതിയിലാ ആ 1-ാം നൂറ്റാണ്ടിലെ ആ ബിസിനസ് കാര്യങ്ങളാണ് എഴുതിയിരിക്കുന്നത്. ഇവിടെ എഴുതിയിരിക്കുന്ന മനുഷ്യദേഹം, മനുഷ്യപ്രാണൻ എന്ന് പറയുന്നത് സ്ലേവ് ട്രേഡിനെ കുറിച്ചാണ് പറയുന്നത്. ഹ്യൂമൻ ട്രാഫിക്കിംഗ് ഇന്നും ഉണ്ടല്ലോ, അല്ലേ? ഹ്യൂമൻ ട്രാഫിക്കിംഗ് ഫോർ സെക്സ്. ഇന്നൊന്ന് നോക്കിയേ, അല്ലേ? പ്രോണോഗ്രഫി എന്ന് നോക്കിയ ഒരു വലിയ ബിസിനസ് അല്ലേ? മനുഷ്യന്റെ ശരീരം വിറ്റ് പണം ഉണ്ടാക്കുന്നത്. പ്രോസ്റ്റിറ്റ്യൂഷൻ.
ഇതും കൊണ്ട് പണമുണ്ടാക്കുന്ന വലിയൊരു കൂട്ടമുണ്ട്. ഈ ഈ ഈ നഗ്നത കാണിച്ച് അല്ലെങ്കിൽ ഈ അശ്ലീല ഫിലിംസ് ഉണ്ടാക്കി കോടികളല്ലേ ഉണ്ടാക്കുന്നത്. ഇവരൊക്കെ നിലവിളിക്കാൻ പോകുന്നു ഇവിടെ എഴുതിയിരിക്കുന്നത്. സഹോദരങ്ങളെ, നമ്മൾ അവയവ കച്ചവടം നടത്തുന്നവരില്ലേ? നാട്ടിലെ ചില ഡോക്ടേഴ്സിനെയൊക്കെ പിടിച്ചത് ഓർമ്മയുണ്ടോ? മയക്കി കെടുത്തിട്ട് 2 കിഡ്നിയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോകും, തിരിച്ചിറങ്ങുമ്പോൾ 1 കിഡ്നിയെ കാണത്തുള്ളൂ. സർജറിക്ക് പോയതാ. സമ്മതം പോലും ഇല്ലാതെ ഓരോന്നും അവയവങ്ങൾ പോലും എടുത്ത് ഇവിടെ ഇതൊക്കെയാ കാണിച്ചിരിക്കുന്നത്. എല്ലാം ദൈവം തകർക്കാൻ പോകുന്ന സമയം. വ്യാപാരികൾ, ലോകത്തിലെ ബിസിനസ്മെൻ ഊണും ഉറക്കവും ഉപേക്ഷിച്ച് തങ്ങൾക്ക് വേണ്ടി സാമ്രാജ്യങ്ങളെ പണിതുറത്തവരെല്ലാം തങ്ങളുടെ സാമ്രാജ്യങ്ങൾ തങ്ങളുടെ കണ്ണിന്റെ മുമ്പിൽ പൊടി പൊടിയായി വീഴുന്നത് കാണുമ്പോൾ, തകർന്ന് തരിപ്പണമാകുമ്പോൾ, ഓരോരോ നിമിഷങ്ങളിൽ ബാങ്കുകളൊക്കെ കൊളാപ്സ്ഡ് ആകുന്നത് കാണുമ്പോൾ, തങ്ങളുടെ നിക്ഷേപം ഇല്ലാതാകുന്നത് കാണുമ്പോൾ, എന്റർടൈൻമെന്റ്സ് ഒക്കെ തകർന്നു പോകുന്നത് കാണുമ്പോൾ, ഈ സിനിമാശാലകളൊക്കെ ഇല്ലാതാകും, പബ്ബുകളൊക്കെ ഇല്ലാതാകും, ബിവറേജസ് ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ ഇല്ലാതാകും. ഇതെല്ലാം തകർന്ന് തരിപ്പണമാകുമ്പോൾ എന്തു ചെയ്യണമെന്നറിയാതെ മാറത്തടിച്ച് നിലവിളിക്കും മനുഷ്യൻ. അതാ ഇവിടെ എഴുതിയിരിക്കുന്നത്. 14-ാമത്തെ വാക്യം, നീ കൊതിച്ച കായികനി ഇന്ന് വിട്ടുപോയി, സാധും ശോഭയും ഉള്ളതെല്ലാം നിനക്കില്ലാതെയായി, നീ ഇനി അവയെ ഓർക്കയില്ല. കാരണം നിന്നിൽ ഉണ്ടായിരുന്ന കായികനികൾ, പൂക്കൾ, പഴങ്ങൾ ഇതൊക്കെ പോയി എന്ന്. നിന്റെ മനോഹാരിത പോലും നിനക്ക് നഷ്ടപ്പെട്ടു പോയി, നിന്റെ ബ്യൂട്ടി പോയി. ഈ ലോകം വെറും ഒരു ശ്മശാനം പോലെ ആയിത്തീരും കർത്താവിന്റെ ന്യായവിധി ഭൂമിയിലേക്ക് വരുമ്പോൾ. ഈ വക കൊണ്ട് വ്യാപാരം ചെയ്ത് അവളാൽ സമ്പന്നരായവർ അവൾക്കുള്ള പീഡ കണ്ട് ഭയന്ന് അകന്ന് ദൂരത്ത് നിന്നു. അയ്യോ അയ്യോ, മഹാനഗരമായ നേരിയ തുണിയും ധൂമ്രവസ്ത്രവും കടും ചുവപ്പും ധരിച്ച് പൊന്നും രത്നവും മുത്തുമണിഞ്ഞവളെ, ഇത്ര വലിയ സമ്പത്ത് 1 മണിക്കൂർ കൊണ്ട് നശിച്ചു പോയല്ലോ എന്ന് പറഞ്ഞ് കരഞ്ഞു ദുഃഖിക്കും. ഇവിടെ ഈ ലോകത്തെ ഒരു സ്ത്രീയായിട്ടാണ് കാണിക്കുന്നത്, ഒരു വുമനായിട്ടാണ് കാണിക്കുന്നത് ബാബിലോണിനെ. ഇത്ര പെട്ടെന്ന് നിന്റെ ഈ സമ്പന്നതയൊക്കെ ഇല്ലാതായി പോയല്ലോ. എൻ്റെ വചനത്തിൽ പറയുന്നു, സങ്കീർത്തനക്കാരൻ പറയുന്നു, ദൈവം എഴുന്നേൽക്കുന്നു, ജാതികൾ ചിതറിപ്പോകുന്നു. നമ്മുടെ കർത്താവ് എഴുന്നേറ്റാൽ ഈ ഭൂമിയിൽ ആർക്ക് അവന്റെ മുമ്പിൽ നിൽക്കാൻ കഴിയും? ഈ പ്രപഞ്ചത്തിൽ ആർക്ക് സർവശക്തന്റെ മുമ്പിൽ നിൽക്കുവാൻ കഴിയും? അവിടുന്ന് എഴുന്നേൽക്കാതിരിക്കുന്നത് എന്തുകൊണ്ടെന്നറിയാമോ? വീണ്ടും ലോകത്തിന് മാനസാന്തരപ്പെടുവാൻ സമയം കൊടുക്കുകയാണ്. ഹല്ലേലൂയ. ഞാൻ വേഗം മുന്നോട്ട് പോകട്ടെ. ഹല്ലേലൂയ. 17 മുതലുള്ള വാക്യങ്ങൾ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ കപ്പലുടമയെ കുറിച്ചാ. അന്നത്തെ നമുക്കറിയാം, ഇന്നാണ് ഫ്ലൈറ്റും അങ്ങനെ ഇങ്ങനെയൊക്കെ ഉള്ളത്. ഇന്നാണ് പല മീഡിയാസ് ഉള്ളത്, ട്രാൻസ്പോർട്ടേഷൻ ഉള്ളത്, വളരെ മോസ്റ്റ് അഡ്വാൻസ്ഡ് ആയിട്ടുള്ളത്. പക്ഷെ അന്ന് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും വലിയ ബിസിനസ് എന്ന് പറഞ്ഞാൽ കപ്പലുകളിലൂടെയാണ് നടക്കുന്നത്, ഷിപ്പിൽ തുറയുക. നമുക്കറിയാം അന്ന് ഫ്ലൈറ്റും അങ്ങനെ ഇങ്ങനെയൊന്നുമില്ല, എയർ കാർഗോ ഒന്നുമില്ല. ഇന്ന് എയർ കാർഗോയും ഒക്കെ ഉള്ളത്, സീ ഫ്ലൈറ്റിന്റെ ഒക്കെ പരിപാടികളൊക്കെ ഇന്നാ ഉള്ളത്. അന്ന് അതൊന്നുമില്ല. അപ്പോൾ അന്നത്തെ രീതിയിലാണ് അത് എഴുതിയിരിക്കുന്നത്. ഇവിടെ എഴുതിയിരിക്കുന്ന വാക്യങ്ങളൊന്ന് വായിച്ച്. ഏത് മാലുമി എന്ന് പറഞ്ഞാൽ ഷിപ്പ് മാസ്റ്റേഴ്സ്, അല്ലെങ്കിൽ കപ്പിത്താന്മാര്, ക്യാപ്റ്റൻസ് ഓഫ് ദ ഷിപ്സ്. ഏത് മാലുമിയും ഓരോ ദുഃഖിലേക്കും കപ്പലോറി പോകുന്ന ഏവനും കപ്പൽക്കാരും കടലിൽ തൊഴിൽ ചെയ്യുന്നവരൊക്കെയും ദൂരത്ത് നിന്ന് അവളുടെ ദഹനത്തിന്റെ പുക കൊണ്ട് മഹാനഗരത്തോട് തുല്യമായ നഗരം ഏതേന്ന് നിലവിളിച്ചു പറഞ്ഞു. അവർ തലയിൽ പൂഴി വാരിയിട്ടും കൊണ്ട്, അയ്യോ അയ്യോ, കടലിൽ കപ്പലുള്ളവർക്കെല്ലാം തന്റെ ഐശ്വര്യത്താൽ സമ്പത്ത് വർദ്ധിപ്പിച്ച മഹാനഗരം 1 മണിക്കൂർ കൊണ്ട് നശിച്ചു പോയല്ലോ എന്ന് പറഞ്ഞ് കരഞ്ഞും ദുഃഖിച്ചും കൊണ്ട് നിലവിളിച്ചു. എല്ലാരും കണ്ണുനീരൊഴുകുക, നിലവിളിക്കുക. അന്നത്തെ കപ്പിത്താന്മാർ, അന്നത്തെ ലെവലിൽ പറയുമ്പോൾ അത് കപ്പിത്താന്മാർ. ഇന്ന് പറയുമ്പോൾ എന്തോ, ഇന്നത്തെ ഈ ട്രാൻസ്പോർട്ടേഷന് ഈ കാണുന്നതെല്ലാം അല്ലേ. ഇപ്പൊ ഫിലിം ഇൻഡസ്ട്രി എടുത്തു കഴിഞ്ഞാൽ ആക്ടേഴ്സ് ഉണ്ടല്ലോ, അതുമായിട്ട് ബന്ധപ്പെട്ട് എത്രയെല്ലാം ആൾക്കാരുണ്ട് ജോലി ചെയ്യുന്നവര്, പണം ഉണ്ടാക്കുന്നവര്. എന്റർടൈൻമെന്റ്സിൽ നോക്കി, അത് എഡ്യൂക്കേഷനിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അത് അല്ലേ, മെഡിക്കലിലേക്ക്, ഹെൽത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അത്. ഇതെല്ലാം തകർന്നു വീഴുമ്പോൾ ആരൊക്കെയാ കടന്ന് നിലവിളിക്കുന്നു ഓർത്ത് നോക്കിയേ. അതിൽ വിദ്യാഭ്യാസം എടുത്തവര് തങ്ങളുടെ ജീവിതം മുഴുവനും അതിനുവേണ്ടി കൊടുത്ത് ദൈവത്തെ. സഹോദരങ്ങളെ, മൈ ചിൽഡ്രൻ, ഇഫ് എനി ഓഫ് യു ആർ ലിസണിംഗ് ടു മീ, I don't know how many of you will be listening. I tell you, there is nothing wrong in having good education and degrees and credentials and, so many things, PhDs or doctorates or specialization, anything you talk about. There is nothing wrong in for you to have that. But have them all with God number one. Put God number one in your life. ദൈവത്തെ ഒന്നാമതാക്കി നിർത്തിയിട്ട് നീ ഈ പറയുന്ന പഠിത്തങ്ങളോ വിദ്യാഭ്യാസങ്ങളോ ജോലിയൊക്കെ ചെയ്തു. ദൈവം നിന്റെ ജീവിതത്തിൽ ഒന്നാമതായിരിക്കണം. ദൈവത്തെ വിട്ട് മാറി ദൈവമില്ലാത്ത വണ്ണം ജീവിച്ച്
ഈ ലോകത്തിന്റെ പിന്നാലെ നീ അധ്വാനിച്ച് നിന്റെ ജീവിതത്തെ ഹോമിച്ചാൽ, നീ കണ്ണുനീരൊഴി കണ്ണട ഉറക്ക നടച്ചിരുന്ന് പഠിച്ചാലും ശരി, ജീവിതത്തിന്റെ ആരോഗ്യം മുഴുവനും അതിനുവേണ്ടി കൊടുത്താലും ശരി, ദൈവം നിന്റെ ജീവിതത്തിലില്ലെങ്കിൽ ഇതൊക്കെ നിന്റെ കണ്ണിന്റെ മുമ്പിൽ തകർന്നു വീഴുന്നത് നീ കാണും. അതാ ഈ വാക്യങ്ങൾ പറയുന്നത്. ഞാൻ വേഗം മുന്നോട്ട് പോകട്ടെ. 20-ാമത്തെ വാക്യം പറയുന്നു, അത് ഇടയ്ക്ക് ഒരു വാക്യം വെച്ചിരിക്കുക. ഈ ലോകത്ത് ഈ നിലവിളിയും കണ്ണുനീരും പിഴിച്ചിലും ഒക്കെ നടക്കുമ്പോൾ സ്വർഗത്തിൽ എന്താ നടക്കുന്നതെന്ന് അറിയാമോ? സ്വർഗം പറയുകയാണ്, സ്വർഗമേ, വിശുദ്ധന്മാരും അപ്പോസ്തലന്മാരും പ്രവാചകന്മാരുമായുള്ളവരെ, ദൈവം അവളോട് നിങ്ങൾക്ക് വേണ്ടി പ്രതികാരം നടത്തിയത് കൊണ്ട് അവളെ ചൊല്ലി ആനന്ദിക്കുവിൻ. ഈ ലോകം എന്താ കാണിച്ചത്? അപ്പോസ്തലന്മാരെ രക്തസാക്ഷികളാക്കി മാറ്റി, അല്ലേ? എത്രമാത്രം അവരെ പീഡിപ്പിച്ചു. പ്രവാചകന്മാരെ കൊന്നില്ലേ? വിശുദ്ധന്മാരായിരുന്നവരെല്ലാം ദൈവമക്കളെയൊക്കെ പീഡിപ്പിച്ചില്ലേ? 1-ാം നൂറ്റാണ്ട് മുതൽ ഇങ്ങോട്ട് നോക്ക്. കർത്താവിന്റെ വരവിന് മുമ്പ് പഴയ നിയമ വിശുദ്ധന്മാരുടെ ജീവിതത്തിലേക്ക് നോക്ക്. ഈ ലോകം ആരെയാ വെറുതെ വിട്ടിട്ടുള്ളത്? ഈ ബാബിലോണിയൻ സമ്പ്രദായം ആരെയാ വെറുതെ വിട്ടിട്ടുള്ളത്? എത്രയോ ഭക്തന്മാരെ തീ കത്തിച്ചു കൊന്നു, എത്രയോ പേരുടെ കഴുത്തറുത്ത് കൊന്നു. നീറോ ചക്രവർത്തിയുടെ കാലഘട്ടത്തിലൊക്കെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ, നീറോ ചക്രവർത്തിയുടെ ഉദ്യാനത്തിലൊക്കെ പാവപ്പെട്ട സാധുക്കളായ വിശ്വാസികളെ ഇങ്ങനെ കോലിൽ ഇങ്ങനെ കെട്ടിവെച്ചിട്ട് അവരെ കത്തിക്കുമായിരുന്നു രാത്രിയിൽ. എന്നിട്ട് അവിടെ ഇവിടങ്ങളിലായിട്ട് അതുവരെ കത്തുന്നത് അരമനയിൽ നിന്നുകൊണ്ട് രാജാവ് നീറോ ചക്രവർത്തി കണ്ട് ആസ്വദിക്കുമായിരുന്നു. ഇത് കാഴ്ച കാണുവാൻ തക്കവണ്ണം സ്ട്രീറ്റിലൊക്കെ ആൾക്കാർ കൂടുമായിരുന്നെന്ന്, വിശ്വാസികളെ കത്തിക്കുന്നത്. അതുപോലെ മൃഗങ്ങളുടെ തോലുരിച്ചിട്ട് അതിനകത്ത് മനുഷ്യനെ പൊതിഞ്ഞ്, വിശ്വാസികളെ പൊതിഞ്ഞിട്ട് മൃഗങ്ങളുടെ മുമ്പിലേക്ക് ഇട്ടുകൊടുക്കുമായിരുന്നെന്ന്, നായ്ക്കളുടെ മുമ്പിലേക്ക് കടിച്ചു കീറുവാനായിട്ട് ഇട്ടുകൊടുക്കുമായിരുന്നെന്ന്. അതുപോലെ വിശ്വാസികളുടെ കൈയും കാലുകളും മുറിച്ചിട്ട് അവരുടെ മുമ്പിൽ വെച്ച് അത് ഫ്രൈ ചെയ്യുന്നത് അവരെ കാണിക്കുമായിരുന്നു. സ്വന്തം കൈ മുറിച്ചെടുത്തിട്ട് അവരുടെ മുന്നിൽ വെച്ച് അത് ഫ്രൈ ചെയ്യുമായിരുന്നെന്ന്, അതിനെ വറക്കുമായിരുന്നെന്ന്. എന്തൊക്കെ പീഡനങ്ങളാണ് ഈ ലോകം ദൈവമക്കൾക്ക് വേണ്ടി അഴിച്ചുവിട്ടത്, ദൈവമക്കളുടെ നേരെ അഴിച്ചുവിട്ടത്. ഇന്ന് നോക്കുക, ഇന്ത്യയിലെ പല ഭാഗത്തും ദൈവമക്കൾ എത്രമാത്രം പീഡിപ്പിക്കപ്പെടുന്നു, എത്രമാത്രം ഉപദ്രവിക്കപ്പെടുന്നു. അവരെയൊക്കെ ഉപദ്രവിക്കുന്നവരുടെ മുഖം നിങ്ങളൊന്ന് നോക്കിയേ. അവരൊക്കെ ജയിച്ചവരായിട്ടാണ് അഭിനയിക്കുന്നത്. ഞങ്ങൾക്ക് അധികാരമുണ്ട്. ഈ അധികാരമൊക്കെ തകർന്ന് തരിപ്പണമാകാൻ പോവുകയാണ് നമ്മുടെ കർത്താവ് എഴുന്നേൽക്കുമ്പോൾ. ഹല്ലേലൂയ. ഇവിടെ പറയുകയാണ്, സ്വർഗം പറയുക, താഴെ കണ്ണുനീര് കൊണ്ട് ഭൂമി മുഴുവൻ തകർന്നടിയുന്നത് കണ്ട് ഭൂമിയിലെ ബലമുള്ളവർ, രാജാക്കന്മാർ, വ്യാപാരികൾ, ബിസിനസ്സുകാർ, ഇവരൊക്കെ നെഞ്ചത്തടിച്ച് നിലവിളിക്കുന്ന കാണുമ്പോൾ സ്വർഗം പറയുകയാണ്, എന്താ പറയുന്നത്? വിശുദ്ധന്മാരും അപ്പോസ്തലന്മാരും പ്രവാചകന്മാരുമായുള്ളവരെ, ദൈവം അവളോട് നിങ്ങൾക്ക് വേണ്ടി പ്രതികാരം നടത്തിയത് കൊണ്ട് അവളെ ചൊല്ലി ആനന്ദിക്കുവേൻ. ദൈവം ഒരിക്കലും കുറ്റക്കാരനല്ല. ഇവർക്കെല്ലാം മാനസാന്തരപ്പെടുവാൻ ഈ കാലഘട്ടങ്ങളിലൊക്കെ ദൈവം സമയം കൊടുത്തു, മുഖാന്തരങ്ങൾ ഒരുക്കി. ദൈവസന്നിധിയിൽ നിന്ന് ദൈവം തന്റെ ദാസീദാസന്മാരെ അവരുടെ അടുക്കൽ അയച്ചപ്പോൾ മാനസാന്തരപ്പെടേണ്ടതിന് പകരം അയക്കപ്പെട്ടവരെ ഉപദ്രവിക്കുകയും പീഡിപ്പിക്കുകയും കൊല്ലുകയുമായിരുന്നു ഈ ലോകം ചെയ്തത്. പണ്ട് ഇസ്രായേൽ ചെയ്ത പോലെ, ഇന്നും ഇസ്രായേൽ ചെയ്യുന്നത് പോലെ. ഹല്ലേലൂയ. 21 മുതലുള്ള വാക്യങ്ങൾ, എല്ലാത്തിന്റെയും സമാപ്തി, എല്ലാം അവസാനിച്ച്. ഇംഗ്ലീഷ് എഴുതിയിരിക്കുന്നത് ഫൗണ്ട് നോ മോർ അറ്റ് ഓൾ, ഫൗണ്ട് നോ മോർ അറ്റ് ഓൾ, ഫൗണ്ട് നോ മോർ അറ്റ് ഓൾ. പിന്നെ കണ്ടില്ല, പിന്നെ കണ്ടില്ല, പിന്നെ കണ്ടില്ല, എല്ലാം തീർന്നു. വേഴ്സ് 21 ഓൺവേർഡ്സ്. പിന്നെ ശക്തനായ ഒരു ദൂതൻ തിരിക്കല്ലോളം വലുതായ ഒരു കല്ലെടുത്ത് സമുദ്രത്തിൽ എറിഞ്ഞ് പറഞ്ഞത്, ഇങ്ങനെ ബാബിലോൺ മഹാനഗരത്തെ ഹേമത്തോടെ എറിഞ്ഞു കളയും, ഇനി അതിനെ കാണുകയില്ല. ലോകം മുഴുവനും തീർന്നു, ലോകത്തിന്റെ സമ്പ്രദായങ്ങൾ മുഴുവനും തീർന്നു. അടുത്ത അധ്യായം വരുമ്പോൾ യേശു കർത്താവ് വരികയാ താഴേക്ക്. നമ്മൾ അവിടേക്ക് വരുന്നില്ല ഇപ്പോഴ്. ഇനി ശ്രദ്ധിച്ചേ. പിന്നെ ശക്തനായ ഒരു ദൂതൻ തിരുക്കല്ലോളം വലുതായ ഒരു കല്ലെടുത്ത് സമുദ്രത്തിൽ എറിഞ്ഞു പറഞ്ഞത്, ഇങ്ങനെ ബാബിലോൺ മഹാനഗരത്തെ ഹേമത്തോടെ എറിഞ്ഞു കളയും, ഇനി അതിനെ കാണുകയില്ല. ഇനി ശ്രദ്ധിക്കണമേ, വൈണികന്മാർ, വാദ്യക്കാർ, കുഴലൂത്തുകാർ, കാഹളക്കാർ എന്നിങ്ങനെ ഉള്ളവരുടെ സ്വരം ഇനി കേൾക്കില്ല. എന്ന് പറഞ്ഞാൽ എല്ലാ പാർട്ടിയിൽ നിന്നെന്ന്, എല്ലാ എന്റർടൈൻമെന്റ്സിൽ നിന്നെന്ന്, എല്ലാ മ്യൂസിക്കിൽ നിന്നെന്ന്, എല്ലാ സിനിമാശാലകളും അടച്ചെന്ന്, എല്ലാ ഡ്രാമകളും ലൈവ് റിയാലിറ്റി ഷോസും എല്ലാം നിന്നെന്ന്, ഈ ലോകം മുഴുവനും എല്ലാം സ്റ്റോപ്പായി. ഇറ്റ്സ് ഓൾ ഗോൺ. യാതൊരു കൗശലപ്പണിയെയും ചെയ്യുന്ന ഒരു ശില്പിയെയും ഇനി നിന്നിൽ കാണുകയില്ല, തിരിക്കലിന്റെ ഒച്ച ഇനി നിന്നിൽ കേൾക്കുകയില്ല. എല്ലാം ഇല്ല, 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 ഇല്ല. ഇറ്റ്സ് ഓൾ കം ടു എ ഫിനിഷിംഗ്.
വിളക്കിന്റെ വെളിച്ചം ഇനി നിന്നിൽ പ്രകാശിക്കുകയില്ല. ഇലക്ട്രിസിറ്റി ഈസ് ഗോൺ. ഇറ്റ്സ് ഓൾ ബിക്കം ഡാർക്ക് നൗ. വിളക്കിന്റെ വെളിച്ചം ഇനി നിന്നിൽ പ്രകാശിക്കുകയില്ല. മണവാളന്റെയും മണവാട്ടിയുടെയും സ്വരം ഇനി നിന്നിൽ കേൾക്കുകയില്ല. There is no marriage. There is no wedding party. ഇന്ന് ഈ കാണുന്നതൊക്കെ നിങ്ങളൊന്ന് ചുറ്റുപാട് നോക്കിയേ. മില്യൺസ് ഓഫ് പൗണ്ട്സ് മുടക്കി, മില്യൺസ് ആൻഡ് മില്യൺസ് മുടക്കി നടക്കുന്ന വിവാഹങ്ങളൊക്കെ എല്ലാം ഇല്ലാതാക്കി. ഇനിയില്ല മണവാളനും മണവാട്ടിയും ഒന്നും ഇനിയില്ല. എല്ലാം തീർന്നു, തരിപ്പണമായി. നിന്റെ വ്യാപാരികൾ ഭൂമിയിലെ മഹത്തുക്കളായിരുന്നു. നിന്റെ ക്ഷുദ്രത്താൽ സകല ജാതികളും വശീകപ്പെട്ടിരുന്നു. ഭൂമിയിലെ മഹത്തുക്കളായിരുന്ന നിന്റെ വ്യാപാരികളും എല്ലാം ഇല്ലാതായിപ്പോയി. എല്ലാം തീർന്നു. 24-ാമത്തെ വാക്യം വായിച്ച് ഞാൻ നിർത്തുകയാണ്. പ്രവാചകന്മാരുടെയും വിശുദ്ധന്മാരുടെയും ഭൂമിയിൽ വെച്ച് കൊന്നുകളഞ്ഞ എല്ലാവരുടെയും രക്തം അവളിലല്ലോ കണ്ടത്. ആര്? വേൾഡ്, ദ ബാബിലോൺ. ഇവരെല്ലാം കൊന്നത് ഈ ബാബിലോണിയൻ സിസ്റ്റമാണ്. ദൈവത്തിനെതിരെ നിന്ന സിസ്റ്റം, ലോകം വലുതാണെന്ന് കാണിച്ച സിസ്റ്റം, ദൈവമില്ല എന്ന് പറഞ്ഞു പഠിപ്പിച്ച സിസ്റ്റം. ആ സമ്പ്രദായമാണ് കർത്താവിന്റെ ക്രോധത്തിന്റെ കീഴിൽ എരിഞ്ഞമർന്നത്. പ്രൈസ് ഗാഡ്, ഹല്ലേലൂയ. കർത്താവിന്റെ സന്നിധി നമ്മളെ തന്നെ താഴ്ത്തി കൊടുക്കാൻ ദൈവമക്കളെ. ഇതൊക്കെയും ഈ വരുന്ന ഫ്യൂച്ചറിൽ സംഭവിക്കാൻ പോകുന്നത്. അധികം കാലം അതിന് കാത്തിരിക്കേണ്ട. ഇന്ന് കർത്താവ് ഒന്ന് സഭയെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇന്ന് മുതൽ ഈ മഹോപദ്രവം ആരംഭിക്കുക. അടുത്ത 7 years all this will become a reality. Anytime it can happen. നമുക്ക് മാനസാന്തരപ്പെട്ട് കർത്താവിന്റെ സന്നിധിയിലേക്ക് വരാം. നമ്മൾ ആരും പെർഫെക്റ്റ് ആണെന്നല്ല എൻ്റെ അർത്ഥം. We can never ever be perfect. പക്ഷേ ദൈവഭയത്തിൽ, ഫിയർ ഫോർ ഗാഡ്, റെവറൻസ് ഫോർ ഗാഡ്, humble ourselves before him. When we fall, cry out to the Lord and say, Lord, I am so sorry. I want to live for you. I honor you, Lord. I fear you, Lord. I reverence you, Lord. ഞാൻ അങ്ങേ ഭയപ്പെടുന്നു കർത്താവേ. ഞാൻ അങ്ങേ സ്നേഹിക്കുന്നു കർത്താവേ. ഞാൻ അങ്ങേ ആരാധിക്കുന്നു. എനിക്ക് കുറവുകളുണ്ട്. പക്ഷേ എങ്കിലും എൻ്റെ ഹൃദയം അങ്ങേ സ്നേഹിക്കുന്നു. സഹോദരങ്ങളെ, ഈ ഭയത്തിൽ, ഈ ബഹുമാനത്തിൽ, ദൈവസ്ഥലത്തിൽ ജീവിക്കാം. നമ്മളാലാവത് കർത്താവിന് വേണ്ടി, കർത്താവിൻ്റെ സഭയ്ക്ക് വേണ്ടി അധ്വാനിക്കാം. ഈ അറിഞ്ഞ സത്യങ്ങളിലേക്ക് ചിലരെ വ്യക്തികളെ കൊണ്ടുവരുവാൻ തക്കവണ്ണം നമ്മളാലാവത് ശ്രമിക്കാം. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. നമുക്ക് കർത്താവിൻ്റെ സന്നിധി നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. പരിശുദ്ധ പിതാവേ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു സമയം കൂടെ കർത്താവ് ഞങ്ങൾക്ക് തന്നതിനായിട്ട് സ്തോത്രം. വളരെ ഭയപ്പെടുത്തുന്ന വചനങ്ങളാണ് ഞങ്ങൾ കേട്ടത്. ഇതൊക്കെയും ഈ ലോകത്ത് സംഭവിക്കുവാൻ പോകുന്നതെന്ന് ഞങ്ങൾ അറിയുന്നു കർത്താവ്. ഇന്നല്ലെങ്കിൽ നാളെ അങ്ങ് അപ്പോയിന്റ് ചെയ്തിരിക്കുന്ന ടൈമിൽ ഇതൊക്കെയും ഈ ഭൂമിയിൽ സംഭവിക്കാൻ പോകുന്നു. അതിനു മുമ്പേ അങ്ങയുടെ സഭയെ അവിടുന്ന് എടുക്കുമ്പോൾ കർത്താവെ, ഞങ്ങൾ ആരും അതിൽ തള്ളപ്പെട്ടു പോകാനിടയാകാതെ ഞങ്ങളെ തന്നെ തിരുസന്നിധിയിൽ ശുദ്ധീകരിച്ച് സൂക്ഷിച്ച് പൂർണ്ണമായ ഞങ്ങളുടെ വചനത്തിന് കീഴ്പ്പെട്ട് കർത്താവെ ഒരുങ്ങുവാനും ഞങ്ങളാലാവുന്ന മറ്റുള്ളവരെ ഒരുക്കുവാനും തക്കോണം കർത്താവ് കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് സമയം കണ്ട് ഈ വചനത്തിന് മുമ്പാകെ ഇരിക്കുന്ന നിങ്ങളുടെ ജനത്തിനായി പ്രാർത്ഥിക്കുന്നു കർത്താവെ. മുന്നോട്ടുള്ള സമയം യൂട്യൂബിലൂടെ ഈ വീഡിയോ കാണുന്നവർ, കേൾക്കുന്നവർ, അവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. ആരും ലാഘവത്തോടെ വചനം എടുക്കാതെ ഗൗരവത്തോടെ പരിശുദ്ധ വചനത്തെ ഏറ്റെടുത്ത് ഹൃദയത്തെ വീണ്ടും ദൈവസന്നിധിയിൽ താഴ്ത്തി ഒരുക്കുവാൻ തക്കവണ്ണം കർത്താവ് സഹായിച്ചിട്ട് ഞങ്ങളെ അനുഗ്രഹിച്ച കൃപയ്ക്കായി സ്തോത്രം. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം. യേശു കർത്താവിന്റെ പരിശുദ്ധ നാമത്തിലൂടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കൃപയുടെ കേൾക്കണമേ. ആമേൻ.